ഈ സ്പേസും ടൈമും നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ നിർമ്മിക്കപ്പെട്ടതിൻ്റെ ലോ ആർക്ക് ബാധകമല്ല? നിർമ്മാതാവിന് ബാധകമല്ല എന്നുള്ളതാണ് അവിടെയുള്ള ഇസ്ലാമിന്റെ ഒരു ലോജിക്ക്. എനിക്കറിയാം, ലോജിക്ക് അറിയുന്ന ഈ ഫോണിന്റെ നിയമം ആപ്പിളിന്റെ സിഇഒക്ക് ബാധകമല്ല. ആവശ്യമില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. സിഇഒക്ക് ഈ ഫോണിൽ കൂടെ അല്ലാതെ സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിഇഒ ഉണ്ടായിട്ടൊരു കാര്യം. അതുകൊണ്ടാണ് പ്രപഞ്ചബാഹ്യമായ ഒരു ശക്തിയെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ രണ്ടുപേരും രണ്ടിടത്താകുന്നത്. രണ്ട് കാഴ്ചപ്പാട് ഇവിടെ ഉണ്ട്. കാഴ്ചപ്പാടല്ല, ആവശ്യമില്ലാത്തതാണ്. എനിക്ക് ലോകവീക്ഷണത്തിനകത്ത് പ്രപഞ്ചം ഉള്ളതാണെന്ന് അറിയുന്ന ആളാണ് ഞാൻ. ഉള്ളതാണെന്ന് കരുതുന്ന ഒരു മാന്യദേഹമാണ് അല്ല, അത് നിങ്ങൾക്ക് എടുക്കുന്ന നിലപാട് മാത്രമാണ്. എന്നെ സംബന്ധിച്ചുള്ള ഉള്ളതാണെന്ന് ഇല്ലാതിരുന്നിട്ടുണ്ടായ പറയുന്നിടത്ത് എനിക്ക് ഫിലോസഫിക്കൽ വ്യൂ. നിങ്ങളിത് എങ്ങനെയാണ് ബാഹ്യമായ ശക്തിയെ അംഗീകരിക്കുന്നത്, അതേ നിലപാട് തന്നെയാണ് എനിക്ക് ഈ ലോകത്തിന്. സാമൂഹ്യ മാധ്യമങ്ങളെ പറ്റിയുള്ള ഒരു വിമർശനം, വെറുപ്പ് വിൽക്കുന്നു എന്നുള്ളൊരു വിമർശനം ഇപ്പോൾ പരക്കെ കേൾക്കുന്നുണ്ട്. ഈ ഒരു ഷോയിൽ നമ്മളത് ഉദ്ദേശിക്കുന്നില്ല. ഷോയുടെ പേര് ഹക്കൂന മത്താത്ത എന്നാണ്. വ്യത്യസ്തരായ ആളുകൾ, നല്ല രണ്ട് ആളുകൾക്ക് വിയോജിക്കാൻ കഴിയുമോ എന്നുള്ള, നിങ്ങൾ രണ്ടുപേരെയും നല്ല ആളുകളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ആദ്യത്തെ ഗസ്റ്റായിട്ട് രണ്ടുപേരെയും ഞാൻ വിളിച്ചിട്ടുള്ളത്. ഹക്കൂന മത്താത്തയിലോട്ട് ഹൈത്തമിക്കും മൈത്രേനും സ്വാഗതം. ആദ്യം തന്നെ ഹൈത്തമിയോട് ചോദിക്കട്ടെ, എങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഹൈത്തമി? അവിടെ ഇപ്പോൾ കുട്ടിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു പാസ്റ്റ് ടെൻസാണ്. നമ്മൾ മരിക്കുന്നത് വരെ ഓരോ നിലകളിൽ കുട്ടികൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെറ്റബോളിക്കലി ഓരോ ഏജ് ഉണ്ടായിരിക്കാം, അതേസമയം പുതിയ പുതിയ വിഷയങ്ങൾ നമ്മൾ കാണുന്നു, അനുഭവിക്കുന്നു. ഞാനിപ്പോൾ മൈത്രേനെ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ആദ്യം മുതൽ മുഴുവൻ ഇങ്ങനെ നോക്കുകയാണ്, ചെറിയ കുട്ടിയെ പോലെ. ഇപ്പോഴും കുട്ടി തന്നെയാണ് മെൻ്റലി. അതിനപ്പുറത്തൊരു കരിയർ എന്നുള്ള നിലക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. അല്ല, ഞാൻ ചോദിച്ചത് കുറുമ്പനായ കുട്ടിയാണോ, അനുസരണമുള്ള കുട്ടിയായിരുന്നോ, അങ്ങനെ. അതിപ്പോൾ ഓർത്തെടുത്തിട്ട് വേണം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു മേൽവിലാസമുള്ള കുട്ടിയൊന്നായിരുന്നില്ല. ഒരു സാധാ കുട്ടിയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആസൂത്രണമോ കോച്ചിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സാധാ ഗവൺമെൻറ് സ്കൂള്, സാധാ നാടൻ, ഞങ്ങളെ മതം പഠിക്കുന്ന മദ്രസ എന്ന് പറയും. ഒരു നാട്ടിൻപുറത്തെ കുട്ടിയായിരുന്നു. എന്തെങ്കിലും ചില നാട്ടുനന്മകളുണ്ടെങ്കിൽ, നൈസർഗികമായ ഗുണങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അൺകണ്ടീഷണലായി ഉയർന്നു വന്നു അല്ലെങ്കിൽ വളർന്നു വന്നു എന്നുള്ള കണക്കായിരിക്കാം ആ ഗുണം ബാക്കിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനുവിനല്ലാത്ത മായങ്ങൾ ചേർന്നിട്ടില്ല. മൈത്രേനോട് ഈ ചോദ്യം ചോദിച്ചാൽ, മൈത്രേനെ പറ്റി നമ്മൾ പലതും ചോദിച്ചിട്ടുണ്ട്, എന്നാലും മൈത്രേൻ ഒരു കുറെ തല്ല് കിട്ടിയിട്ടുള്ളൊരു കുട്ടിയാണെന്നൊക്കെ മുമ്പ് നമ്മുടെ ഷോയിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. തല്ല് ഇഷ്ടംപോലെ കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. വീട്ടിൽ 5ാമത്തെ ആളാണ്. അപ്പം ഈ മൂത്ത ആളിന് അടി കൊടുക്കാൻ പറ്റാത്ത കാര്യത്തിന് നമുക്ക് അടി കിട്ടും. താഴെയുള്ള ഒരു കൊച്ചായിരിക്കുന്നതുകൊണ്ട് അവരെ കാണിക്കാൻ വേണ്ടി നമുക്ക് അടി കിട്ടുക. പഠിക്കുന്ന ക്ലാസ്സിലൊക്കെ സാധാരണ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിൽ അടി കുറവായിരുന്നു. എന്നാലും ക്ലാസ്സിൽ കളിച്ചിട്ട് സമയത്തിന് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. വീട്ടിലങ്ങനെയല്ല. വീട്ടിൽ ഒരാഴ്ചക്ക് ഒരുക്കി വയ്ക്കുന്ന അടികളാണ്. അമ്മ ഒരാഴ്ചക്കകത്താണ് അടി തരുന്നത്. ഒരു ദിവസം വിചാരണ ചെയ്യും. അങ്ങനെ വിചാരണ ചെയ്ത് പറഞ്ഞതൊക്കെ തെറ്റിച്ചതും അനുസരിപ്പിക്കാത്തതിലായ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്ത് വിചാരണയായിരുന്നു നമുക്ക് ഏറ്റവും പാടുപെടുന്ന ഒരു സ്ഥലം. അടിയും കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് തീരും. പക്ഷേ ഈ വിചാരണ സമയം ഭയങ്കര പാടായിരുന്നു. അങ്ങനെ വിചാരണ ചെയ്ത് ആഴ്ചയിലൊരിക്കൽ അടി കിട്ടും. അപ്പോൾ പല പറഞ്ഞാൽ എപ്പോഴും ഇതാണ് പറഞ്ഞാൽ അനുസരിക്കാത്തത് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വലിയ കുറ്റങ്ങളൊന്നും അല്ലെങ്കിലും ഈ ആളുകൾ കുസൃതികൾ എന്ന് പറയുന്നതിനൊക്കെ ആയിരിക്കും അടിയെല്ലാം കിട്ടുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നുമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് അടി കിട്ടുക, അടി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും കാര്യമായിരുന്നു. അതുകൊണ്ട് അമ്മ മാത്രമല്ല, അമ്മയും അച്ഛനും, അച്ഛൻ്റെ സഹോദരങ്ങളും, അമ്മയുടെ സഹോദരങ്ങളും, പിന്നെ നാട്ടിൽ തന്നെ ഇച്ചിരി പ്രായമായവരും എല്ലാവരും നമുക്കൊക്കെ അടി വരുമായിരുന്നു. അത് നമ്മളിങ്ങനെ അത്ഭുതപ്പെടും. മാവിൻ്റെ മണ്ടയിലൊക്കെ നമ്മളിങ്ങനെ കയറിയിരുന്ന് മറ്റു കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരാൾ താഴെ കൂടി ഇങ്ങനെ വരുന്നത്. അയാളിങ്ങനെ നോക്കി വെച്ച്, നീ ആ വീട്ടിലെ അല്ലേ എന്ന് ചോദിക്കും. ആണെന്ന് എന്ന് പറയാം. എന്നിട്ട് ചെവിയിലൊക്കെ പിടിച്ച് ഒരടി ചന്തിക്കും തന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. ആ മരത്തിൻ്റെ മണ്ടയിൽ ഇപ്പോൾ വീണേനെ ഞാൻ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നാട്ടുകാരെല്ലാവരും അടി തരുന്ന ഒരു കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നത്.
പ്രായമായവർ കുട്ടികളെ എല്ലാവരും പേരൻ്റ് ചെയ്ത് വളർത്തുന്ന ഒരു കാലത്ത് അടിയായിരുന്നു ഒരു പ്രധാന വിനോദം. ഇഷ്ടംപോലെ അടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളർന്നു. അടി കിട്ടിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ ഓർക്കാൻ മാത്രമുള്ള, എനിക്ക് മൈത്രേയം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ അടികൊള്ളൽ ഒരു മൗലികാവകാശമായതുപോലെ അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും സാധാരണ നിലക്ക് ഉണ്ടായിരുന്ന, തീരെ അടി കിട്ടാതെയുമല്ല. അടിയുടെ സ്വാതറിയാം, ഈ ബീയിങ് ബീറ്റൺ എന്ന് പറയുന്ന ഫീൽ എന്താണെന്നുള്ളത് അറിയാം. അത് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, മദ്രസയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതേസമയം അടി കൊള്ളുക എന്നുള്ളതൊരു പതിവൊന്നും ആയിരുന്നില്ല. പിന്നെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് ഫോർവേഡൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പഠിക്കാത്തതിൻ്റെ ഒരു അടിയൊന്നും എനിക്ക് കാര്യമായി കിട്ടിയത് ഓർക്കുന്നില്ല. എപ്പോഴെങ്കിലും ആയിട്ട് കിട്ടിയിട്ടുണ്ടായേക്കാം. അടി കിട്ടിയതിനേക്കാളും അന്നത്തെ എനിക്ക് തോന്നുന്നു മറ്റൊരു ജനറേഷൻ ആയതുകൊണ്ടായിരിക്കും അടി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു ഹീറോയിസം. നന്നായി പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്യാങ്, കളിക്കാൻ പറ്റുന്ന ഗ്യാങ്, അടിക്കാൻ പറ്റുന്ന ഗ്യാങ്, ഈ 3 ഗ്യാങ്ങിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർ കമ്മ്യൂണിക്കേഷനാണ് ഒരു ബാലൻസ് ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഹോംവർക്കൊക്കെ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ പഠിക്കുന്ന ഗ്യാങ്ങിൽ നിന്ന് 2-3 കുട്ടികൾ, ഉച്ചക്ക് ചോറ് തിന്നാനൊക്കെ ഞങ്ങളുടെ ആ സമയത്ത് പൊറാട്ടയും ഈ ഇപ്പോൾ ഗ്രേവി എന്നുള്ള പ്രയോഗമാണ്, ഞങ്ങളുടെ നാട്ടിൽ സാളന എന്നാണ് പറയുക. അപ്പോൾ 5 രൂപയാണ്. അപ്പോൾ അത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൈപ്പറ്റാൻ കുറച്ച് സമ്പന്നരായ ടീമായിട്ടൊരു ബന്ധം. പിന്നെ എന്ന് പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാഫിയ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട കുറച്ച് കുട്ടികൾ, ഇങ്ങനെയുള്ള ഒരു ഗ്യാങ് ആയിരുന്നു. അപ്പോൾ അടി കൊടുക്കുക എന്നുള്ളതാണ് അന്നത്തെ ഒരു ട്രെൻഡായിട്ട് വന്നത്. ഭയങ്കര അടിയാണ് കേട്ടോ എന്ന് പറയും, അവനോട് കളിക്കണ്ട, ഭയങ്കര അടിയെന്ന് പറയും. അല്ല, അത് കുട്ടികളുടെ അതിനകത്ത് എപ്പോഴും ഞാനും അടി കൊടുക്കുന്ന അടി മേടിക്കുന്ന ആളായിരുന്നു. രണ്ടും കിട്ടുമായിരുന്നു. ഞാനും അടി കൊടുക്കുമായിരുന്നു. എപ്പോഴും ക്ലാസ്സിലൊരു ബുള്ളി കാണും. കൂട്ടത്തിൽ വലിപ്പം പ്രായം കൊണ്ട് ഞാൻ ഏറ്റവും ഇളയതായിരുന്നു ക്ലാസ്സുകളിലെല്ലാം. അപ്പോൾ നമുക്ക് വലിപ്പം അനുസരിച്ച് കാണത്തില്ലല്ലോ. അപ്പോൾ കൂട്ടത്തിൽ വലിപ്പം പരീക്ഷയ്ക്ക് തോൽക്കുക എന്ന് പറയുന്നത് അന്നത്തെ വളരെ സ്വാഭാവികമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ തോൽക്കാതെ പഠിച്ചു വന്ന ഒരാൾ. ക്ലാസ്സിലെപ്പോഴും തോറ്റിട്ട് നിൽക്കുന്നവർ വലുതായിരിക്കും. അപ്പോൾ അവർ ഡോമിനൻ്റായിട്ടായിരിക്കും പെരുമാറുന്നത്. അവരെ പേടിച്ചിട്ട് വേണം എല്ലാവരും, അവരുമായിരിക്കും കളിക്കുന്നതും എല്ലാ കാര്യം ചെയ്യുന്നതും അവരായിരിക്കും. അവരില്ലാതെ നമുക്കിട്ട് പറ്റുകയില്ല. അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. പക്ഷെ അവർ കീഴടങ്ങി നിൽക്കുക എന്ന് പറയുന്നതാണ് അവർ സമ്മതിക്കുന്നത്. അപ്പോൾ അത് ചില ദിവസവും കൺഫ്രണ്ടേഷനായിപ്പോൾ. അപ്പോൾ ഞാനും നല്ല ഇടിയിടിക്കും. അപ്പോൾ അങ്ങനെ ഇടിയെ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തിട്ട് തന്നെയായിരുന്നു അതൊക്കെ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുള്ളിക്ക് മനസ്സിലാവും നമ്മുടെ അത്ര വേണ്ട, അതൊരു സേഫ് ഡിസ്റ്റൻസ്, 2 പേരും അപ്പുറം ഇപ്പുറം അപകടമാണ്, അധികം കൺഫ്രണ്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയായിരുന്നു ജീവിച്ചു പോകുന്നത്. അല്ലേ, അടീൻ്റെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കാലത്ത്, ഇപ്പം ഞാൻ സിനിമ അങ്ങനെ കാണാറില്ല, അന്നൊക്കെ അടിയുള്ള സിനിമ എന്നാ പറയാ. 2.5 മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ വിളിക്കാൻ ഏൽപ്പിക്കും, അടിയെത്തുമ്പം പറയണേ. അത് പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോവുക ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് അത് കണ്ട ആൾ വന്ന് പറയും, അവിടെ എത്തുമ്പോൾ അടിയുണ്ട് വാവാന്ന് പറയും. അപ്പം അടിക്കുക, അടി കൊടുക്കുന്നത് കാണുക എന്നുള്ളതാണ്. കുടുംബത്തിൻ്റെ ഒരു സ്വാധീനം എങ്ങനെയായിരുന്നു നിങ്ങളുടെയൊക്കെ? എനിക്ക് തോന്നുന്നു അത് എൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി. ഇപ്പം ഞാൻ എന്നെ കണ്ടപാട് മൈത്രേയൻ ചോദിച്ചു, വേഷമൊക്കെ ഉള്ള ആളാണല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രതീക്ഷിച്ച് കാണില്ല, ഞാൻ മൈത്രേയൻ്റെ മീശയാണ് ആദ്യം പ്രതീക്ഷിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു ട്രഡീഷണലി മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു എന്ന് വിചാരിച്ച് നല്ല വിദ്യാഭ്യാസ കാഴ്ചപ്പാടും ഫാമിലിയിൽ നിന്ന് അത്യാവശ്യം നന്നായി പഠിക്കുന്ന ആൾക്കാരും പഠിച്ച ആൾക്കാരൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പതിവുണ്ട്, ഇത്തരം ട്രഡീഷണൽ ഫാമിലിയിൽ ഒരാൾ താവഴി കാക്കാൻ വേണ്ടി ഉസ്താദാവണം, മുസ്ലിയാരാവണം എന്നുള്ളൊരു താവഴിയുണ്ട്. എൻ്റെ ഉപ്പയും ഉസ്താദായിരുന്നു, കുറച്ച് നല്ല സാത്വികനായൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആ വഴിക്ക് തന്നെ ഞാൻ സ്കൂളിൽ നന്നായിട്ട് പഠിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്കൂളിൽ ഞാൻ ഇപ്പോഴും ആസ്ട്രോണമിയിൽ PhD ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക് ആസ്ട്രോണമിയിൽ. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിക് ഫിലോസഫിയിലും സ്പിരിച്വാലിറ്റിയിലും ഒക്കെ സ്പെഷ്യലൈസ് ആയിട്ട് തന്നെ പഠിക്കണം എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെൻറ്ററും എൻ്റെ ടീച്ചറും ഫാദറും ഒരു പരിധിയോളം സോൾമേറ്റ് ഫ്രണ്ടും എല്ലാം എൻ്റെ ഉപ്പ തന്നെയാണ്. മരണപ്പെട്ടു പോയി 1.5 കൊല്ലം മുമ്പ്. അപ്പോൾ ഒരു ഫാമിലി ബോയ് എന്ന് പറയാം ആ അർത്ഥത്തിൽ. ഞാൻ മറ്റുള്ളവരെ ഒരിക്കലും ചെറുതാക്കിയതല്ല, ഒരുപാട് സ്വാധീനിച്ച ആൾക്കാരുണ്ട്.
പക്ഷെ അതിനപ്പുറം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് എന്നെ ഈ മൈത്രേയൻ പറഞ്ഞതുപോലെ വേഷമുള്ള ഒരാളാക്കിയത്. മൈത്രേയൻ്റെ ഫാമിലി ഇൻഫ്ലുവൻസ്? ഞാൻ ഇന്ന് ജീവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ വീട്ടിലെ ഇൻഫ്ലുവൻസ് ആ ലെവലിൽ കുറവാണ്. പക്ഷെ അതേ സമയത്ത് നിറച്ച് പുസ്തകമുള്ള, എല്ലാവരും വായിക്കുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള ഒരു വീടായിരുന്നു. ഈ ലോക ക്ലാസിക്സ് എല്ലാം വീട്ടിലുണ്ട്. പിന്നെ എല്ലാ മാസികകളും മലയാളമായാലും ഇംഗ്ലീഷായാലും ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ മാസികകളും വരുമായിരുന്നു. സ്പെഷ്യലായിട്ട് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നത്, അമ്മയ്ക്കൊരു പെൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർ അമേരിക്കക്കാരിയായിരുന്നു. അതുകൊണ്ട് അവർ വായിക്കുന്നതും അവരുടെ കൂട്ടുകാരും ഒക്കെ വായിക്കുന്ന എല്ലാ മാസികകളും അവരത് കപ്പലിൽ ഇങ്ങനെ അയച്ചു തരുമായിരുന്നു. എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ തൊട്ട് അത് അത് ഇങ്ങനെ വായിക്കാൻ തുടങ്ങാൻ പറ്റുന്ന സമയം തൊട്ട് ഇംഗ്ലീഷ് വായിക്കുന്നതിനും പടം മറിച്ച് കാണുന്നതൊക്കെ ആയിട്ട് അതിനകത്താണ് വളർന്നത്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് അമേരിക്കൻ മാഗസിൻ വായിച്ച് അമേരിക്കക്കാരനെ പോലെ ചിന്തിക്കുകയും, എന്നാൽ താമസിക്കുന്നത് വളരെ കുഗ്രാമത്തിലെ മലകളുടെ ഇടയിലാണ്. ശരിക്കും കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കുട്ടിക്കാലത്ത് ജീവിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ സ്ഥലമായ ആലപ്പുഴയായിരുന്നു. അതും കായംകുളം കായലിൻ്റെ തീരത്താണ്. ഒരു തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ കായലിൻ്റെ നടുവിലോട്ടാണ് വരുന്നത്. അത് കാരണം കൊണ്ട് ഈ കൃഷി, ആട് വളർത്ത്, പശു, ഇതെല്ലാം ചെയ്യാനും പഠിക്കാനും നമ്മളിങ്ങനെ അതിനെ വളർത്തുന്ന പുല്ലൊക്കെ പറിച്ചു കൊടുത്ത് മരത്തിൽ കയറി ഒക്കെയാണ് ജീവിച്ചിട്ടുള്ളത്. പക്ഷെ വായന ഈ രാജ്യമായിട്ട് ബന്ധപ്പെട്ടതിനേക്കാളും കൂടുതൽ അന്യരാജ്യത്ത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആയിരുന്നു വായിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വളരുന്ന സമയത്ത് ഒരു ആന്തരിക ലോകം വളരെ വിപുലമായ വായന ഉണ്ടായി. സയൻസും എല്ലാം വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഗൃഹത്തിൽ നിന്ന് വരുന്ന ജീവികളെപ്പറ്റി ആയിരുന്നു ഏറ്റവും കൂടുതൽ അന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പം ആദ്യമായിട്ട് കോളേജ് മാഗസിനകത്ത് ഒരു ലേഖനം എഴുതി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എഴുതി കൊടുത്തത് UFO എന്ന് പറഞ്ഞിട്ടായിരുന്നു. അധ്യാപകൻ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അയാൾ ചോദിച്ചത് എന്താ UFO? അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. അപ്പോൾ അയാളത് കേട്ടിട്ട്, ഞാനാണെങ്കിൽ ഇതിനകത്ത് വളരുന്ന കാരണം കൊണ്ട് എനിക്കത് വളരെ സ്വാഭാവികമായിട്ട്, നമ്മൾ എല്ലാ ദിവസവും അന്യഗ്രഹത്തിലൊക്കെ പോകുന്നതും അവർ വരുമ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നതായ ഒരാളാണ്. അമേരിക്കക്കാർ അയച്ച ഒരു ബൈനോക്കുലർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിടിച്ച് ചന്ദ്രനെ നോക്കുന്ന, രാത്രിയിൽ നോക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴെല്ലാം ഞാൻ വിചാരിക്കുന്നുണ്ട്, ഞാനായിരിക്കും ആദ്യമായിട്ട് ഈ വരുന്നവരെ കാണുന്നതെന്ന്. അങ്ങനെ ആകാശത്തായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ലോകമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഈ ഒരേ സമയത്ത് തന്നെ ചെരുപ്പിടാതെ കഷ്ടിച്ച് വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന, നിക്കറിന് ബട്ടൺസ് ഇല്ലാത്ത ജീവിതമാണ് ജീവിക്കുന്നത്. പക്ഷേ വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നത് ഈ അമേരിക്കൻ മാഗസിൻസിനകത്തുള്ളതാണ്. അതുകൊണ്ട് 2 ലോകം ഒരുപോലെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വാല്യൂ ആയിരുന്നു യഥാർത്ഥത്തിലുള്ളത്. പുസ്തകങ്ങളുമായിട്ടുള്ള ചെറുപ്പത്തിൽ പുസ്തകങ്ങൾ നന്നായി വായിച്ചിരുന്നു. മൈത്രേയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്നെപ്പറ്റി കോളേജിൽ ഇങ്ങനെ പറച്ചിലുണ്ട്. വ്യക്തിപരമായി എന്നെ ബൂസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്കത്ര താല്പര്യമില്ലെങ്കിൽ കൂടി കുളിക്കുന്നത് കാണാറില്ല എന്ന് കുട്ടികൾ പറയും. ഞാൻ കോളേജിൽ കുളിക്കാറുണ്ട്, പക്ഷേ രാത്രി 2 മണി 1 മണി ആ സമയത്തേക്ക് കുളിക്കാറുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആ ഓതേഴ്സിന് അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ സന്ദർശിക്കുന്ന പോലെയാണ്. പിന്നെ 2-3 ദിവസം ആ ഒരു ഹാങ്ങിലായിരിക്കും. നമ്മൾ കുളിക്കുമ്പോഴും കാല് കഴുകുമ്പോഴും നടക്കുമ്പോഴൊക്കെ ആ കഥാപാത്രം നമ്മളായിരിക്കും. അപ്പം അങ്ങനെ ഓർമ്മിക്കുന്ന, ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വിക്ടർ ഹ്യൂഗോയുടെ ചിരിക്കുന്ന മനുഷ്യൻ്റെ മലയാളം വായിച്ചിരുന്നു. അപ്പോൾ കിൻ പ്ലെയിൻ ഊഴ്സ്, ആ കഥാപാത്രങ്ങളൊക്കെ കുറേ കാലം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അത് 2-3 വർഷമാണ് ഈ നോവൽ വായിക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി, ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണല്ലോ. ഈ നോവൽ എന്ന് പറഞ്ഞാൽ തന്നെ ആ നോൻ്റെയും വെല്ലിൻ്റെയും ഇടയിൽ ഒരു WV മാറ്റം വന്നാലും അത്ര നന്നില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. അതെൻ്റെ ഉള്ളിൽ തന്നെ തോന്നിയതാണ്. കാരണം അതൊരു ഫാബ്രിക്കേഷനാണ് മൊത്തം. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഫിക്ഷൻസിൽ നിന്ന് ഒന്നുകൂടി ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളും ഫിലോസഫിക്കലായ കാര്യങ്ങളും പഠിക്കാനുള്ളൊരു ടേസ്റ്റ് വരുന്നത് ഏകദേശം ഒരു +2 ആ ഒരു സമയത്താണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ഒരു സ്ട്രീമിൽ സമന്വയ വിദ്യാഭ്യാസം എന്നാണ് പറയുക.
എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സ്ഥാപനത്തിൽ തന്നെ മതവിദ്യാഭ്യാസവും അക്കാദമിക് അല്ലെങ്കിൽ ഒഫീഷ്യൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന സംവിധാനമാണ്. അതിനൊരു മലബാറിലുള്ളൊരു ടേമാണ്. നമ്മൾ തുടക്കത്തിൽ ഈ പരിപാടിയുടെ പേര് സിന്തസിസ് എന്ന് ചർച്ച ചെയ്തതുപോലെ ഈ ഒരു സിന്തസൈസ്ഡ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനാണ്. അപ്പം അതിൽ എന്നെ പഠിപ്പിച്ച ഉസ്താദ് ഓരോ കുട്ടികളോടും ചോദിക്കും എന്താകാനാണ് ആഗ്രഹം. ഒരു പക്ഷേ മൈത്രേന് ഞങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ സംഭവം അത്ര പരിചയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എനിക്ക് രണ്ടെണ്ണമാണ് പറയാൻ തോന്നിയത്. ഒന്ന്, ആ സമയത്ത് ഞാനൊരു ക്രിക്കറ്റ് ഫാനായിരുന്നു. അപ്പോൾ എനിക്ക് കമൻട്രി ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ ഹോ എന്നുള്ള ഒച്ചപ്പാടുകളും അതിൻ്റെ ഇടയിലുള്ള ഈ കമൻട്രി. അപ്പോൾ കമാൻഡർ എന്ന് പറയണോ, മറ്റൊരു താല്പര്യം ഫിലോസഫർ എന്നുള്ളതാണ്. എനിക്ക് എന്താണ് ഫിലോസഫർ എന്ന് എനിക്ക് അറിയുന്നില്ല, പക്ഷെ അറിയാം പ്ലാറ്റോ, അരിസ്റ്റോട്ടൽ ഇവരൊക്കെയാണ് ഫിലോസഫേഴ്സ്. ഇപ്പോൾ ഇസ്ലാമികമായി ഞങ്ങൾ അവർ പഠിക്കുന്നതനുസരിച്ച് കൊണ്ട് ഇമാം ഗസാലി അവരൊക്കെ ഫിലോസഫറാണ്. അപ്പോൾ ഞാൻ ആ ഉസ്താദിനോട് പറഞ്ഞത് ഫിലോസഫർ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ വേറെ ആരും അങ്ങനത്തെ ഒരു ടേം പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നെ ഒന്നിങ്ങനെ നോക്കി അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം ഖത്തറിലാണ്, ഹനീഫ് ഉദവി എന്ന് പറയും. പിന്നീട് ആ ഒരു ടേസ്റ്റിനാണ് എൻ്റെ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പഠിക്കുന്നതിൽ ഒരു ഫിലോസഫി ടച്ചായ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യും, അത് തന്നെ നോക്കും. അപ്പോൾ അതൊരു അധികമൊന്നും മനസ്സിലാവുമൊന്നുമില്ല, ഇംഗ്ലീഷ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈമിൽ തന്നെ അത് വായിച്ച് കുറേ അതുകൊണ്ടാണ് ഈ ഒരു നാസ്തിക യുക്തിവാദി ആർഗ്യുമെൻറ്റുകളെ കൂടുതൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രായത്തിലെ ഫിലോസഫി പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട്. പിന്നെ കുറച്ചുകൂടി വന്നപ്പോൾ ഫിലോസഫിയിലും കഥയില്ലാന്ന് തോന്നിയിട്ട് ഞാൻ പ്രൈവറ്റ് ജോഗ്രഫി MA ചെയ്ത്. കാരണം ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു +2. അപ്പോൾ എനിക്ക് ആസ്ട്രോണമി ഒരു താല്പര്യം തോന്നി. പക്ഷേ എനിക്ക് അത് പഠിക്കാൻ സയൻസ് സ്ട്രീമിലല്ലാത്തത് കൊണ്ട് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും ജോഗ്രഫി പഠിക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി തന്നപ്പോൾ ആ ജോഗ്രഫി എടുത്ത് ഞാൻ എൻ്റെ ടെക്സ്റ്റ് നോക്കി. പിന്നെ ആ ഒരു ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്ട്രോണമി ബേസിലേക്ക് പോയി. അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അറിയത്തക്ക കഥകളൊന്നും അതിലില്ല, വലിയ കണ്ടൻറ്റീവൊന്നുമല്ല. എങ്കിലും ഒരു 3 ചക്രമുള്ളൊരു കൊച്ചു ലൈഫ് എന്നൊക്കെ പറയാമല്ലോ. ഒരു 4 ചക്ര കരിയർ പോലും എനിക്കില്ല, ഒരു മുച്ചക്ര കരിയർ പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും, ഒരാൾ സാമൂഹികമായിട്ടും ഈവൻ ജോഗ്രഫിക്കലി രണ്ടുപേരും 2 സ്ഥലങ്ങളിൽ നിന്ന് 2 രീതികളിൽ നിന്ന് വരുന്നവരാണ്. ഒരു പക്ഷേ മൈത്രേയിൻ്റെ ഒരു സാഹചര്യത്തിൽ ആണ് ഹൈത്തമി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നേരെ തിരിച്ചും എന്ത് വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാവുമായിരുന്നു എന്നാണ് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ല. അത് നമുക്ക് ഒരു വളരെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് വരുന്ന ഒരു ചോദ്യമായത് കാരണം കൊണ്ട് അങ്ങനത്തെ ഇപ്പം ഞാൻ വളർന്ന കുടുംബം പോലൊരു കുടുംബങ്ങളാണ് എല്ലാ കുടുംബവും എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വളരെ ഈ ഓർഗനൈസ്ഡ് റിലിജ്യൻ എന്ന് പറയുന്ന സംഘടിതമായ മതവിഭാഗങ്ങളും അല്ലാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അതുവരെ അങ്ങനെ അറിഞ്ഞുകൊണ്ടായിരുന്നു. ദൈവവിശ്വാസമുള്ളവരും ദൈവവിശ്വാസം ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഓർഗനൈസ്ഡ് റിലിജ്യൻ ഒരാളുടെ വ്യക്തി ജീവിതത്തിനകത്ത് ഇടപെടുന്ന രീതിയിൽ ഒരിക്കലും ഞാനൊന്നും അനുഭവിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അത് അറിയേയില്ല, എനിക്കത് ഇമാജിൻ ചെയ്യാൻ അങ്ങനെ കഴിയുന്നില്ല. ഇപ്പം ഞാനിങ്ങനെ ഈ സെമിനാരിലും മദ്രസയിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ അങ്ങനൊരു ജീവിതം എനിക്കില്ലല്ലോ, ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഈ ബ്രാഹ്മണർക്ക് അവർ മതപാഠശാലയിൽ അവരെ കൊണ്ടുപോകുന്നത് ഉപനയനം കഴിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, അതുപോലുള്ള ഇതൊന്നും എൻ്റെ വീട്ടിനകത്ത് ആരെങ്കിലും ദൈവവിശ്വാസത്തിനെ പറ്റി നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അമ്മ ഒരു വിളക്ക് കത്തിക്കുന്ന അങ്ങനത്തെ ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല. അച്ഛനാണ് ആകെപ്പാടെ ഒരു വിളക്ക് കത്തിക്കുന്നത് കണ്ടിട്ടുള്ളത്. അത് തന്നെ അച്ഛൻ കുളിച്ചിട്ട് വന്ന് ചെയ്യുന്ന ഒരു പണിയായിട്ട് മാത്രമേ, അല്ലാതെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. അത്രയും ഡിഫറൻ്റായിട്ടുള്ള അങ്ങനെ അമ്പലത്തിലെ പള്ളിയിലൊന്നും ആരെങ്കിലും അവർ അങ്ങനെ പോകുന്നു, ഉത്സവത്തിന് പോകും, അതിന് നമുക്കെല്ലാം താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതേ അല്ലാതെ. അപ്പോൾ അച്ഛനാണെങ്കിൽ ഉത്സവത്തിന് പോകുന്നത് ഇഷ്ടമല്ല, അച്ഛൻ അറിയാതെ വേണം നമ്മൾ ഉത്സവത്തിന് പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഈ വളരെ പ്രൈവറ്റായിട്ട് അവരുടെ ഒരു വിശ്വാസം എന്നുള്ള നിലവാരത്തിലല്ലാതെ ഒരു വർഷം കുറച്ച് പ്രാർത്ഥനയൊക്കെ വന്നിട്ടുള്ളവർ കണ്ട്. ആരോ പറഞ്ഞ് കുടുംബക്ഷേത്രം ഒന്നും നോക്കാത്തതിൻ്റെ കുഴപ്പമുണ്ടെന്ന് കണ്ട് ആരാണ്ട് പറഞ്ഞിട്ടൊരു വർഷം അവിടെ ഇങ്ങനെ കുറേ പടങ്ങളൊക്കെ വെച്ച് കുറച്ച് പാട്ടൊക്കെ പാടുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു, അതങ്ങ് പോയി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്വാധീനം ഞാൻ പിന്നീട് അത് മനസ്സിലാക്കുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള
സമൂഹങ്ങൾ വേറെ ഉണ്ട് എന്ന് കാണുന്ന വളരെ നാളിന് ശേഷം മനസ്സിലായതാണ്. മറ്റേ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പല മതങ്ങളിലുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷെ അവരാരെങ്കിലും അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് തീരെ ഇല്ല. നമ്മളെല്ലാവരും കൂട്ടുക പേര് വിളിക്കുമ്പോൾ മാത്രമാണ് അവർ മറ്റേ മതത്തിലുള്ള. ഇതിനപ്പുറത്തോട്ട് അവരുടെ ജീവിതത്തിന് എൻ്റെ ജീവിതവുമായിട്ട് വ്യത്യാസം ഉണ്ടെന്ന് അനുഭവിച്ചിട്ടല്ല. അതുകൊണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അന്നത്തെ എനിക്ക് തോന്നിയ ഓർഗനൈസ്ഡ് റിലീജിയൻ ആയിരിക്കുമ്പോൾ തന്നെയും എല്ലാ ധനമുള്ളവരായിരുന്നു കൂടുതലും മതം അങ്ങനെ മെനക്കെട്ട് പോകുന്നത്. ദരിദ്രർ തീരെ കുറവാണ്. ഞാൻ എൻ്റെ എൻ്റെ അച്ഛൻ്റെ വീടിനവിടെ ഈ പണിയെടുക്കുന്നവരുണ്ട്. അവരാരും പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലൊന്ന് പോകണം എന്ന് പറഞ്ഞൊന്ന് ഓടിപ്പോയിട്ട് വരുന്നത്. അതിനപ്പുറത്തോട്ടൊന്നും ആരും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരായ മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങളിലുള്ള കുട്ടികളായിരുന്നു അവരെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കളിക്കുകയോ എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും, പക്ഷെ അവരിങ്ങനെ ഇപ്പോൾ നമ്മൾ ഇരുന്ന് ഈ ഇങ്ങനെ മതത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നവരുള്ളൊരു സംസാരം ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല. എല്ലാവരും നീ അവിടെ പള്ളിയിൽ പോകുന്ന അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന, എല്ലാവരും അമ്പലത്തിൽ പോകും, എല്ലാവരും പള്ളിയിൽ പോകുന്ന പോലെയാണ്. ഉത്സവം ഉണ്ടെങ്കിൽ എല്ലാവരും പോകും. തൊട്ടടുത്തൊരു അച്ഛൻ്റെ വീടിൻ്റെ അവിടെ എത്തുമ്പോഴാണ് അവിടെ ഒരു കുരിശിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുരിശ് അവരവിടെ ഈ സ്ഥലമൊക്കെ മേടിച്ച് അവർ വെട്ടി വൃത്തിയാക്കുന്ന സമയത്ത് ഒരു കുരിശ് കിട്ടുകയായത്. അതിലൊരു രൂപമുള്ള ഒരു കുരിശായിരുന്നു. അപ്പോൾ അവരതെടുത്ത് അവിടെ ഒരു പടി ഇതുപോലെ ഉണ്ടാക്കി അതിലിങ്ങനെ വെച്ച് അതിനൊരു കൂരിയൊക്കെ വെച്ച്, അപ്പോൾ എല്ലാവരും അതിനെ കുരിശു മുത്തപ്പൻ എന്ന് വിളിക്കുക. അവിടെ പള്ളിയിൽ നിന്ന് പെരുന്നാളിന് വരുന്ന ഒരു ജാഥ പോലെ വരുമ്പോൾ അവരും അവിടെ വന്ന് അതിൻ്റെ വട്ടം ചുറ്റിയിട്ട് പോകും. അമ്പലത്തിൽ നിന്ന് വരുന്നവരും അവിടെ ചെയ്യും. കാരണം ഈ അച്ഛൻ്റെ വീട്ടുകാർ അവിടെ മെഴുകുതിരി കത്തിക്കും. അവർ എല്ലാവരും അവിടെ മെഴുകുതിരി കൊണ്ടുവന്ന് കത്തിക്കുകയായിരുന്നു. പള്ളിയിൽ നിന്ന് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് വരുന്ന, അതുപോലെ തന്നെ ഇസ്ലാം പള്ളി അന്ന് അവിടെ ഒരു ചെറിയ ജാഥ പോലൊക്കെ അവർ ഇങ്ങനെ ഉണ്ടെന്നറിയിക്കുന്ന തരത്തിൽ വരുമ്പോഴും ഈ കുരിശിൻ്റെ സാധനത്തിൻ്റെ ചുറ്റിനും എല്ലാവരും നടക്കുമായിരുന്നു. ആരും എനിക്ക് തോന്നുന്നത് ഒരു പൊതു സ്ഥലമായിരുന്നു. കുരിശു മുത്തപ്പൻ എന്നായിരുന്നു അവർ പറയുന്നത്. ഞാൻ അവിടെ പോയിട്ട് ആദ്യമൊക്കെ ഇങ്ങനെ ദൈവവിശ്വാസമൊക്കെ പോയ ഒരു സമയത്ത് കുരിശു മുത്തപ്പനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നങ്ങനെയാണ്, ദൈവം ഇല്ല എന്നല്ല, ഉള്ള ദൈവത്തിനോട് എതിരാ, അങ്ങനെയാണ്. അപ്പോൾ അമ്പലം പള്ളിയൊക്കെ കാണുമ്പോൾ പോടാ എന്നൊക്കെ പറഞ്ഞ് പോകും. അങ്ങനെ ഒരു മൂച്ചുണ്ടായിരുന്നു. അതങ്ങനെ അതൊഴിച്ച് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമുക്കൊരു ദൈവവിശ്വാസമുണ്ട്. അങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നു. അതൊരു നിഷേധിക്കാനൊരു ദൈവമാണല്ലോ അല്ലേ? നിഷേധപരമായിട്ടായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുന്നേ പോയി അതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ദൈവവിശ്വാസം ആയിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഈ പഠിക്കുന്ന സമയത്തൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അധ്യാപകൻ ഇങ്ങനെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ആലോചിച്ചിട്ട് അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ഒരു പീരീഡ് ഉണ്ട്, നമ്മളിതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, ഡിസ്കസ് ചെയ്യുകയും കഥ പറയുകയൊക്കെ ചെയ്യുന്നൊരു. അപ്പോഴാണ് ഞാനിങ്ങനെ കൊതുവിനെ ഉണ്ടാക്കിയത് എന്തായാലും വിവരമുള്ള ദൈവമല്ലെന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെയായിരുന്നു ഞാൻ ദൈവത്തിനെ ഉപേക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ള അവസരം തരുമോ? ഒരു അനുഭവത്തിനാണ്, കൗണ്ടർ ചെയ്യല്ല, നമ്മളെ സംസാരത്തിൻ്റെ ടോൺ അതല്ലല്ലോ. ഇതേ കൊതുകിൻ്റെ ഒരു പരാമർശം ഖുർആൻ നടത്തുന്നുണ്ട്. ഈ ഇസ്ലാമിക ഒരു കൺസെപ്റ്റ് ഫിലോസഫി പറയുന്നത് മെറ്റാഫിസിക്കലായ ഒരു തലത്തിൽ നിന്നും സൃഷ്ടാവ് മനുഷ്യനായ ഒരു പ്രവാചകനെ അറിയിച്ചു കൊടുത്ത സുവിശേഷങ്ങളാണ്, ദിവ്യബോധനമാണ് ഖുർആൻ എന്നുള്ളത്. അപ്പം അതിൽ പ്രമേയവൽക്കരിക്കുന്നത് ഈച്ച, എട്ടുകാലി, പശു, ഉറുമ്പ്, പക്ഷികൾ. അപ്പോൾ മക്കയിലുള്ള ഗോത്രമൂപ്പന്മാർ പരിഹസിച്ചു, ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണോ ഇത്രയും വലിയ ദൈവത്തിനെ സംസാരിക്കാനുള്ളത്? അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തിട്ട് ഖുർആൻ പറയുന്ന ഒരു വാക്ക്, നിങ്ങളതാണ് പരിഹസിക്കുന്നതെങ്കിൽ നാം കൊതുകിനെ പറ്റിയും പറയും, കൊതുകിനേക്കാൾ ചെറുതിനെ പറ്റിയും പറയുന്നു. ഈ കൊതുകിൻ്റെ അറബി ബൗലത്ത്, മസലമ്മ ബൗലത്തൻ ഫമാ ഫൗക്കാണ്. കൊതുകിനെ പറ്റിയും നാം പറയും,
കൊതുകിനേക്കാൾ ചെറുതായിട്ടും പറയും. അപ്പോൾ അത് കൊതുക് മൂക്കിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഒരു ഏകാധിപതിയുടെ പതനം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ചരിത്രം, നമ്രൂദ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അത് ഞങ്ങളെ റിലീജിയസ് ആയിട്ടുള്ളൊരു വായനയാണ്. പിന്നെ ഇവിടെ ഞാൻ ബഷീറിനെ വായിച്ചു. ഏറ്റവും നല്ല 3 സുഖങ്ങൾ ഭൗതിക ലോകത്ത്. ഒന്ന് മുട്ടി നിൽക്കുന്ന മൂത്രം ഒഴിക്കുക, മറ്റൊന്ന് നാട്ടുകാരും വീട്ടുകാരും ആക്ഷേപിച്ച ഒരു പുരുഷനെ ഭാര്യ ചേർത്ത് നിർത്തി സാരില്ല എന്ന് പറയുക. അത് ബഷീർ പറഞ്ഞതായിട്ടാണ് വായിച്ചത്, ബഷീർ എഴുതിയത് വായിച്ചതല്ല കേട്ടോ, അതുകൂടി നോക്കണം. ഞാൻ ഓതൻറ്റിസിറ്റി അറിയില്ല. പിന്നെ നടുപ്പുറത്ത് കൊതുക് കുത്തിയാൽ ചുമരിൽ ഇങ്ങനെ ഉരക്കുക. അപ്പോൾ ഈ കൊതുക് അതേപോലെ നന്നാറീച്ച എന്നൊക്കെ പറയും, ചെറിയ ഈച്ച, ചെറിയൊരു ഈ ചക്കയൊക്കെ പഴുത്താൽ ഇങ്ങനെ വട്ടം ചുറ്റുന്ന ഈച്ച ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ കടിക്കുക മനുഷ്യൻ്റെ ഒരു പൊട്ടൻഷ്യൽ പോയിന്റിലായിരിക്കും. അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ഒരു ഹെൽപ്ലെസ്നെസ്, നമുക്ക് ഈ ഭാഗത്തൂടെ കൈയിട്ടാലും എത്തുന്നില്ല, ഈ ഭാഗത്തൂടെ കൈയിട്ടാലും എത്തുന്നില്ല. അപ്പം നമ്മൾ കൊണ്ടുപോയിട്ട് കൊതുക് കടിച്ചിട്ട് ഇങ്ങനെ വരക്കുന്നതാണ്. ഇത് വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ബേസിക്കലി നാച്ചുറലി ഒരു ഈച്ചയെ പോലെ കൊതുകിനെ പോലെ ഒരംഗം മാത്രമാണ് എന്നുള്ള ഒരു നിസാരതയിലേക്ക് മനുഷ്യനെ എത്തിക്കാനാണ് കൊതുക് എന്നുള്ളതാണ് ഒരു ഇസ്ലാമിക് കൊതുക് ഫിലോസഫി, മോസ്കിറ്റോ ഇസ്ലാമിക് ഫിലോസഫി. നമ്മൾ ഈ ഡിഫറൻസസിലോട്ട് നമുക്ക് വരാം കുറച്ച് കഴിയുമ്പോൾ. ഞാൻ ഇതൊന്ന് ആദ്യത്തെ ചോദ്യമല്ലേ, അതിലൂടെ ഞാൻ തിരിച്ചു വന്നോട്ടെ. അതായത് ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരുന്നെങ്കിൽ, ഇന്നത്തെ ജനിച്ച് വന്ന സമൂഹം, ജനിച്ച സാഹചര്യം ഒക്കെ വ്യത്യാസപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിന്ത മറ്റതുപോലെ ആയിപ്പോകുമായിരുന്നു എന്നായിരുന്നു എൻ്റെ ചോദ്യം. മറ്റതുപോലെ ആകുന്നതല്ല, നമ്മളാകത്തേ ഇല്ല. ഞാൻ സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു വ്യക്തിയോ വിത്തോ ഈ ലോകത്തില്ല. അതുകൊണ്ട് ആ ചർച്ച അതാണ്. അല്ല, നമ്മളവിടെ ഒരു കാര്യം, ഇങ്ങനെ ഒരുപാട് കോണ്ടക്സ്റ്റുകളുടെ ഒരു സമാഹാരമാണ് നമ്മുടെ സൊസൈറ്റി. അതൊരു ഏകശിലാത്മകമോ ഏകദാനമോ അല്ല. ഇങ്ങനെ വളരെ കറക്റ്റ് വേർഡാണ് അത്. വ്യക്തിയോ വിത്തോ ഇല്ല, കോണ്ടക്സ്റ്റിനെ ഒഴിവാക്കിയാൽ. ഞങ്ങൾ അറബിയിൽ പറയും ഈ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം എല്ലാ സാഹചര്യങ്ങളെയും ഒന്നിച്ച് ഉൾക്കൊള്ളുകയും പരസ്പരം അറിയുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടി മറ്റൊരു സാഹചര്യത്തിൻ്റെ സൃഷ്ടികൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിന് ആ ഒരു ഇൻക്ലൂസീവ് ബോധത്തിൽ തന്നെ അതിനോട് പറ്റുന്നത്ര അഫോർഡബിൾ ആവുക എന്നുള്ളതാണ് അവിടെയുള്ളൊരു പോയിൻ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഘടനയുള്ളത്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ അപ്പോഴും ഇപ്പോഴും ഒരു ഓർത്തഡോക്സ് മുസ്ലിമാണ്. എൻ്റെ വിലാസം മുസ്ലിയാർ എന്നുള്ളതാണ്. എൻ്റെ നാട്ടുകാർ ഉസ്താദ് എന്നാണ് വിളിക്കൽ. ഞാനതിൽ പ്രസ്റ്റീജ് ഉള്ള ആളാണ്. അപ്പം തന്നെ നമ്മൾ പബ്ലിക് സ്ട്രീമുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് ഞാനെപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്. എക്സാമ്പിൾ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആശുപത്രികൾ, ഗവൺമെൻറ് സ്കൂൾ. ഞാൻ നേരത്തെ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയാൻ കാരണം, ഒരു കമ്മ്യൂണിറ്റി മാത്രം ഒരു സ്കൂൾ, ആ കമ്മ്യൂണിറ്റിയുടെ കുട്ടികൾ മാത്രമാണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഭയങ്കര ഒരു അൺഫെമിലാരിറ്റി തോന്നും മറ്റു മതസ്ഥർ, മതമില്ലാത്ത ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇടത്തും വലത്തും ശശിയും ഷിബുവും ജിതിനും ഒക്കെ ഇരിക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് ഈ പറയുന്ന ഒരു റിയൽ നമ്മുടെ നാട് എന്താണ് എന്നുള്ളൊരു കൾട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ റേഷൻ കട, മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് സ്കൂള്, അങ്ങനെ എല്ലാ മനുഷ്യർ ഒന്നിച്ച് ബാക്കി എല്ലാ ഡെസിഗ്നേഷൻസും കണ്ടീഷൻസും മാറ്റി വെച്ചിട്ടുള്ള പച്ച പൗരന്മാർ, അവരെ എൻഗേജ് ചെയ്യുന്നിടത്ത് തന്നെയാണ് നമ്മളെ മതക്കാരും മതവിശ്വാസികളും നിർമ്മതക്കാരും ഒന്നിച്ച് എൻഗേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാവുന്നത്. ഇത്തരം കോണ്ടക്സ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാ കോണ്ടക്സ്റ്റും വളരെ പ്രധാനപ്പെട്ട. ഇന്നത്തെ സമൂഹത്തെ നോക്കി കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് എന്താണ്? കേരള സമൂഹം ഇന്ത്യയിലെടുത്താൽ മറ്റെല്ലാ സമൂഹങ്ങളെക്കാളും മെച്ചപ്പെട്ട സ്ഥലത്താണ് ഉള്ളത്. അത് വ്യത്യസ്തമായ വിഭാഗങ്ങൾ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്ന സ്ഥലമാണ്. അതേസമയത്ത് ഇതിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുത്താമെന്ന് ചോദിച്ചാൽ അത് നിർബന്ധമായിട്ടും ഉണ്ട് താനും. അത് വേറെ കാര്യമാണ്.
അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള തൊട്ടടുത്ത തമിഴ്നാട്ടിലുള്ളതിനേക്കാളും മെച്ചപ്പെട്ട സമൂഹമാണ് കേരളം. അതൊരു സ്വാതന്ത്ര്യ സമരത്തിനോട് കാലത്തിന് ആ സമയത്ത് തന്നെ ഉണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ മൂവ്മെൻറ്റ്, അയ്യങ്കാളിയുടെ മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്, പിന്നെ അതിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ഇതെല്ലാം കൂടെ ഏകദേശം ഒരു 100 വർഷത്തിനകത്തുണ്ടായ, കഴിഞ്ഞാൽ ഇൻ്റർനാഷണലും നാഷണലും ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ്. അതുപോലെ തന്നെ കേരളം തന്നെ രൂപീകരിക്കപ്പെടുന്നില്ലായിരുന്നു അതിന് മുമ്പ്. അപ്പോൾ 3 കൊച്ചു രാജ്യങ്ങളായിട്ട് നിന്നിരുന്നതാണ്. അതിലൊരു രാജ്യം ബ്രിട്ടീഷുകാരുടെ കീഴിലായിപ്പോയി. ഇപ്പോൾ ബ്രിട്ടീഷ് പൗരനാണ് ആത്മി, അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ അല്ലാതെ ആ സ്ഥലം നേരത്തെ പോയി. കൊച്ചിയും തിരുവിതാംകൂറും മാത്രമാണ് രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്നത്. മറ്റേ ബ്രിട്ടീഷ് രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന സ്ഥലമാണ്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസമൊക്കെ മലബാറിൽ ആദ്യമേ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങളും ഉണ്ട്. ഈ പറയുന്ന മൂവ്മെൻറ്റുകളെല്ലാം കൂടെ ഒരു 100-150 വർഷത്തിനകത്ത് ഒന്നിച്ചാണ് വരുന്നത്. ഒന്നിനു പുറകെ ഞെരുങ്ങി വരുന്ന ഒരു സ്ഥലവും അത് വന്നിട്ട് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്ന ഒരു പ്രതലത്തിലാണ് ബാക്കി. അപ്പോൾ ഈ 2 സ്ഥലവും, ഇപ്പോൾ തിരുവിതാംകൂറും മലബാറും 2 തരത്തിലാണ് ഈ വിഷയങ്ങൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെയൊക്കെ മൂവ്മെൻറ്റിനകത്ത് ഒരു ജാതിയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. രാജാവിന് കീഴിലാണ് ജാതി സിസ്റ്റം. മലബാറിൽ അത് വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കോടതിയൊക്കെ അവിടെ ആദ്യമേ തന്നെ വരുന്നുണ്ട്, സ്കൂൾ ആദ്യമേ വരുന്നുണ്ട്. അവിടെ നിന്നായിരുന്നു വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ പോവുകയൊക്കെ ചെയ്യുന്നതും. ഇപ്പോൾ നമ്മൾ തലശ്ശേരിയിലായിരുന്നു കേക്ക് ഫാക്ടറിയൊക്കെ ആദ്യം ഉണ്ടാകുന്നത്, ക്രിക്കറ്റ് ഉണ്ടാകുന്നത്. ഇതെല്ലാം നോക്കുക, ഇത് നേരെ തിരിച്ചാണ് തെക്കൻ കേരളത്തിലോട്ട് വരുമ്പോഴത്തേന് 50കൾ വരെ രാജാവ് തന്നെയാണ് ഭരിച്ചിരുന്നത്. കൊച്ചിയിലും രാജാവായിരുന്നു. അത്രയും വിലയുള്ള രാജാവല്ല, തിരുക്കൊച്ചിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ രാജാവിൻ്റെ കീഴിലുള്ള സാമന്ത രാജാവായിട്ടായിരുന്നു കൊച്ചിയിലുണ്ടായിരുന്നത്. ഈ ജനത ഇങ്ങനെ 2 തരത്തിലുണ്ട്. ജാതിക്കെതിരായ സമരം ആണ് ശരിക്കും പറഞ്ഞാൽ നാട്ട് രാജാവിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള സമരമായിട്ട് ബന്ധപ്പെട്ടാണ് നാരായണഗുരുവും കുമാരനാശാനും ഒക്കെ രൂപപ്പെടുന്നത്. അതേസമയത്ത് നമ്മൾ വള്ളത്തോളൊക്കെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് ഗാന്ധിയായിട്ട് വരും. അങ്ങനെ കവിത തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളം എന്ന് പറയുന്ന പ്രയോഗമാണ് അദ്ദേഹം എഴുതുന്നത്. കേരളം എന്ന് കേട്ടാൽ ഞരമ്പിൽ ചോര തിളയ്ക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ത്യയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. കുമാരനാശാനായിട്ട് എന്തിന് ഭാരതരെ കരയുന്നു, ഭാരതം നിനക്ക് വിധികൽപ്പിതമാണതായി എന്നാണ്. അപ്പോൾ പറഞ്ഞാൽ ഈ ജാതി കൊണ്ടുണ്ടാകുന്ന ദുരിതം അനുഭവിക്കുന്ന സമൂഹമായിട്ടാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ബ്രിട്ടീഷ് രാജാവിൻ്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിയാണ് കുമാരനാശാൻ നിൽക്കുന്നത്. നമുക്ക് അവിടെ ആദ്യം സ്വാതന്ത്ര്യ സമരം ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ബ്രിട്ടീഷ് രാജാവിനുമായിട്ട് അങ്ങനത്തെ ഒരു റിലേഷൻ സാധ്യമല്ല. അപ്പം ഇങ്ങനെ 2 ഈ ശരിക്കും കഴിഞ്ഞാൽ തെക്കൻ കേരളവും വടക്കൻ കേരളവും തമ്മിലുണ്ടാകുന്ന അടിസ്ഥാന വ്യത്യാസങ്ങളിലൊന്നാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് പണ്ട് വടക്കൻ കേരളത്തിലുള്ളവർ മൂർഖനെയാണോ തെക്കനെയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം വരുമ്പം മൂർഖനെയാണ് നമ്മൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കേണ്ടത്, തെക്കനോട് അങ്ങനെ സഹകരിക്കരുതെന്നൊക്കെ പറയുന്നത് ഈ രാജഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ സ്വഭാവം വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് ഈ കേരളത്തിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുന്നതിനും അകത്തും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭരണം തിരുവനന്തപുരത്തേക്ക് മാറുന്നില്ലേ? വടക്കൻ കേരളത്തിലുള്ളവർ മുഴുവൻ വിഷമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ തിരുവനന്തപുരത്ത്. എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? കഴിഞ്ഞാൽ രാജഭരണം നിന്നു എന്നുള്ളതാണ് ബലം. മറ്റേത് മദ്രാസിലാണ് കേന്ദ്രം. അപ്പം മലയാളികൾക്ക് മദ്രാസ് വരെ പോകാനായിട്ട് ആലോചിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് പിന്നെ തെക്കൻ കേരളത്തിലെ തിരുവിതാംകൂറിലെ രാജാവിൻ്റെ കേന്ദ്രം തന്നെയാണ് കേരളത്തിൻ്റെ കേന്ദ്രമായി മാറുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അന്നൊരു സാമാന്യ മര്യാദയ്ക്ക് ആലോചിച്ച തൃശ്ശൂരായിരുന്നു എടുക്കേണ്ടത്.
ഒരു രണ്ട് സൈഡിൽ നിന്നും വരുന്നവർക്ക് ഒന്നിച്ചു വരാൻ പറ്റുന്ന ഒരു കേന്ദ്രമായിട്ടൊക്കെ ആലോചിക്കാവുന്നതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അതുകൊണ്ട് ബലം ഉണ്ടായിരുന്നത് ഈ കേരളത്തിൻ്റെ ഈ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഭരണകേന്ദ്രം അങ്ങോട്ട് മാറുകയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ലോകവീക്ഷണമാണ് പിന്നെ അങ്ങോട്ട് ഉണ്ടാകുന്നത്. മലയാളം തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഈ തെക്കൻ മലയാളമാണ് മലയാള ഭാഷയായിട്ട് വരുന്നത്. കോഴിക്കോട്ടുകാരുടെ ഭാഷയൊന്നും മാനക മലയാളം അല്ലേ? അതിന് വേറെ മലയാളം അല്ല, മാനക മലയാളം. ഈ 6 നാട്ടിൽ 100 ഭാഷ എല്ലാ മലയാളം കൂട്ടിയിട്ടൊരു കോമൺ മലയാളം ഉണ്ടല്ലോ, മാനകമായി സ്വീകരിക്കപ്പെട്ട മലയാളം. അത് തെക്കൻ മലയാളമാണ്. അതാണ്. മറ്റേത് ഞാള മലയാളം ഇവിടെ മാണ്ടാത്ത മലയാളമാണ്. അതാണ് ഞാള മലയാളം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ആ ഭാഷ സ്വീകരിക്കുന്നത് വഴി ഇംഗ്ലണ്ടിൽ ലണ്ടൻ നഗരത്തിൻ്റെ ഭാഷ സ്വീകരിക്കുന്ന വഴിയാണ് ബാക്കിയുള്ളവരുടെ മുഴുവനും കുഴഞ്ഞു പോയ ഒരു സ്ഥലമുണ്ട്. എല്ലാ സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ സംഭവിച്ചത് ഈ തെക്കൻ തിരുവിതാംകൂറിലെ ഉണ്ടായ ഭാഷ, അത് പ്രത്യേകിച്ചും ഈ വ്യാകരണം എഴുതിയത് ഇവിടുന്നാണ്. അപ്പോൾ അത് മുഴുവനും സംസ്കൃതത്തിനകത്തുള്ള വ്യാകരണവും ഈ തെക്കൻ തിരുവിതാംകൂറിലെ ഭാഷയും ആണ് മലയാള ഭാഷയായിട്ട് മാറുന്നത്. നമ്മളിപ്പോൾ ഹിന്ദി പഠിക്കണമെന്ന് അവർ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം പോലെ മലയാളികളായിരുന്നവർ അനുഭവിച്ചിരുന്നതാണ്. പാലക്കാടുള്ളവർ സംസാരിക്കുന്നത് വേറെയാണ്, തൃശ്ശൂരുള്ളവർ സംസാരിക്കുന്നത് വേറെയാണ്, മലപ്പുറത്ത് സംസാരിക്കുന്നത് വേറെയാണ്, കോഴിക്കോട്ടുകാരും മലപ്പുറത്തുകാരും തമ്മിൽ തന്നെ ഈ മലബാർ മലയാളത്തിന് ഈ അറബീൻ്റെ സ്വാധീനമെല്ലാം ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെ പഴയ ആൾക്കാർ ഈ അടുക്കളക്ക് നീറാലാന്നാ പറയാ. നീറാൽ അറബിയിൽ നീറാൽ എന്ന് പറഞ്ഞാൽ തീപ്പൊരി എന്നാണ്. പാല എന്ന് പറഞ്ഞാൽ പശുവിനൊക്കെ കെട്ടുന്ന താവളത്തിനാണല്ലോ പറയാ, ആലയം. അപ്പോൾ നീറാൻ പാറുന്ന ആലയം നീറാല. അപ്പോൾ ഞങ്ങളെ ഒരു 30 കൊല്ലം മുമ്പുള്ള ഒരു നാദാപുരം മലയാളം, എൻ്റെ ഉറവിടം നാദാപുരം, ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നീറാലയിൽ കയേനെ തണ്ണിയും മറിച്ചിട്ടൊട്ടാകെ പൊട്ടാക്കിയിട്ട് കീഞ്ഞിട്ടങ്ങ് പാഞ്ഞൂട്ടില്ലേ, അതൊരു ശുദ്ധ മലയാളമാണ് മലബാറിലുള്ള. പക്ഷെ അതിലുള്ള എനിക്ക് തോന്നുന്നു ഒരു വാക്ക് പോലും നിങ്ങൾക്ക് ചിലപ്പം കമ്മ്യൂണിക്കേറ്റ് ആവില്ല. ഇപ്പൊ ഈ കാസർഗോഡ് മലയാളമൊക്കെ ഇങ്ങനെ കുറച്ച് പോപ്പുലർ ആയപ്പോ ഈ പാഞ്ഞതും കിഴിഞ്ഞതും ഒക്കെ ഇപ്പൊ അറിയാം. തലശ്ശേരി അത് ഞാൻ പറഞ്ഞല്ലേ, അത് സിനിമകളിലൊക്കെ നമ്മളിങ്ങനെ സിനിമയ്ക്കകത്തൂടെ ഒക്കെ വരുന്നത്. പക്ഷെ അല്ലാതെ ഡോമിനന്റ് ആയി പോയതിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ അതിൽ എനിക്ക് നിങ്ങൾ ചോദിച്ചതിൽ എനിക്ക് തോന്നിയത് ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത്, എനിക്ക് പറയാൻ തോന്നിയതാണ് ഈ ജൻസിയുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് തോന്നിയത്. അത് 2 പ്രോബ്ലം, അതെല്ലാ കമ്മ്യൂണിറ്റിയെയും ബാധിച്ചതാണ്, എല്ലാ കമ്മ്യൂണിറ്റി ലെസ് ആയിട്ട് ചിന്തിച്ചാൽ ഉള്ളതാണ്. ഒന്ന്, ഓവർ പൊളിറ്റിക്കലൈസ്ഡ് ആണ് സമൂഹം ഇന്ന്. ശരിക്കും പണ്ട് രാഷ്ട്രീയക്കാർ എന്നുള്ളൊരു കാറ്റഗറി ആയിരുന്നു. ഇന്ന് എല്ലാവരും രാഷ്ട്രീയക്കാരാണ്. നമുക്ക് രാഷ്ട്രം എന്നുള്ളൊരു ഫ്രെയിം ആവശ്യമാണ്. പക്ഷെ അതിനെ എന്തൊരു ഇല അനങ്ങിയാലും അതിനെ കക്ഷി രാഷ്ട്രീയത്തിലേക്കും മുന്നണി രാഷ്ട്രീയത്തിലേക്കും ഫാനിസത്തിലേക്കും ചേർത്ത് വെച്ചിട്ട് നിരന്തരം ഒരു പൊളിറ്റിക്കൽ മൈൻഡ് ബ്രെയിനിൽ ഓവറായി എന്നുള്ളത് ഒരു അരാഷ്ട്രീയവാദത്തിലേക്കാണ് പോയിട്ടുള്ളത്. അമിത രാഷ്ട്രീയത്തിൻ്റെ ഒരു അരാഷ്ട്രീയത നന്നായിട്ടുണ്ട്. അതേപോലെ ഈ നമ്മളെന്തിനാണ് മനുഷ്യന് അറിയാനുള്ള അവകാശം പോലെ അറിയാതിരിക്കാനും അവകാശമുണ്ട്. എല്ലാ കാര്യവും നമ്മൾ അറിയണ്ട. ചിലത് അറിയാതിരുന്നാൽ നമ്മളും നന്നാകും, ആ കാര്യവും നന്നാകും. അറിയേണ്ടത് അറിയുള്ളൂ. പണ്ടിപ്പോൾ ആകാശവാണിയുടെ വാർത്ത 6:15 ഒരു പ്രാദേശിക വാർത്ത, 7:25 ഡൽഹി റിലേ വാർത്ത, 12:00 പ്രാദേശിക വാർത്ത, 12:50 ഡൽഹി റിലേ വാർത്ത, 6:15 വൈകുന്നേരം പിന്നെ ഒരു പ്രാദേശിക വാർത്ത, 7:25 ഡൽഹി റിലേ വാർത്ത. പത്രത്തിനാകെ 6 പേജ് അല്ല 4 പേജ്. ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെ GK ഇന്നില്ല ഒരു പരിധിയോളം. ആ സമയത്ത് രചിക്കപ്പെട്ട പുസ്തകങ്ങളാണ് മൈത്രേയനൊക്കെ എപ്പോഴും വായിച്ചു തീർക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട കത്തുകൾ സമാഹരിക്കപ്പെട്ടു, തിരഞ്ഞെടുക്കപ്പെട്ട ചാറ്റുകളൊന്നും സമാഹാരത്തിൽ വരുന്നില്ല. ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു പ്രോബ്ലം പൂച്ചക്കാർ മണികെട്ടും എന്ന് പറഞ്ഞതുപോലെ നിരന്തരം ആവശ്യമില്ലാത്തത് നമ്മുടെ തലയിലേക്ക് അടിച്ചു കയറ്റുകയാണ്. ഓരോ മണിക്കൂറിലും വാർത്തകൾ, ഈ മണിക്കൂറിൽ സംഭവിച്ചതെന്ത്, ഇപ്പോൾ വാർത്ത കണ്ടെത്തുന്നതിന് പകരം വാർത്ത നിർമ്മിക്കുന്നു. അപ്പോൾ ഈ ന്യൂസ് പൊല്യൂഷൻ എന്നുള്ളത് ബ്രെയിനിലേക്ക് വളരെ നമ്മളെ സ്വാധീനിച്ചു. വാർത്താ മാലിന്യം. ശരിക്ക് നമ്മളിത് ഈ ചാനലുകൾക്കാർ പൂട്ടിടും. എപ്പോഴും സംസാരിക്കണ്ടല്ലോ. ശരിക്ക് ചാനൽ രാവിലെ ഒരു 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ, അങ്ങനെ ഒരു ചാനൽ വരട്ടെ ഒരു മാതൃകയായിട്ട്.
ഇത് ഒരു പരിപാടി അവതരിപ്പിക്കാനില്ലെങ്കിൽ ലാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഫലത്തിൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയേണ്ട ആവശ്യമില്ലാത്ത ന്യൂസുകൾ തലയിലേക്ക് വരും. അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ പണ്ട് വർഗീയ ലഹളയും കലാപമൊക്കെ മനുഷ്യനുള്ള കാലം മുതലേ കലഹവും കലാപമൊക്കെ ഉണ്ട്. അതേസമയം അത്തരം ന്യൂസുകൾ മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഏജൻസീസ് ഒരു ഭാഗത്ത്, വൈരവും നിര്യാതന ബുദ്ധിയും ഉൽപ്പാദിപ്പിക്കുന്നത് വേറെ ഭാഗത്ത്. ഷോർട്ടാക്കി പറഞ്ഞാൽ അറിയാതിരിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശത്തെ മാനിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്താവതരണ സംസ്കാരത്തിൻ്റെ അഭാവമാണ് മലയാളത്തിലെ ജനസി നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ആവശ്യമില്ല, ഇത്രയൊന്നും ടി വി കണ്ട യാതൊരു ആവശ്യമില്ല. ഇതിനോട് ഒരു പകുതിയിൽ ഞാൻ യോജിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ജനാധിപത്യത്തിനകത്ത് എല്ലാവരും രാഷ്ട്രീയക്കാരാണെന്നറിയേണ്ടത്. രാജഭരണം ഉണ്ടായിരുന്ന സമയത്താണ് രാഷ്ട്രീയക്കാർ വളരെ കുറച്ചുണ്ടായിരുന്നത്. രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ അധികാരം ഒരാൾക്കൊരു വോട്ടാക്കി മാറ്റിയതാണ് ജനാധിപത്യം. അപ്പോൾ 1950 ശേഷമാണ് നമുക്ക് ഭരണഘടന വരുന്നത്. അപ്പോൾ ആ ഭരണഘടന വരുമ്പം എല്ലാ ആളുകളും രാഷ്ട്രീയമായി അറിയുന്നവരായി മാറുകയും അവർ പൗരരായി മാറുകയും വേണം. രാഷ്ട്രീയക്കാരേ ഉള്ളു. നിങ്ങൾ വയ്ക്കുന്ന വിമർശനം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് മനസ്സിലായി. സാറ് പറഞ്ഞ ആ ഫിലോസഫിയോട് ഞാൻ വളരെ യോജിക്കുന്നു. അല്ല, ഫിലോസഫി ആയിട്ടല്ല, സിസ്റ്റം എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മളൊരു തത്വചിന്താപരമായിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്. ഭരണഘടന വരുന്ന സമയത്ത് വരുന്നത് വരെ രാജാവായിരുന്നു ഭരിക്കുന്നത്. ഇപ്പം നാരായണ ഗുരുവിനോട് നമ്മൾ അന്ന് ചോദിക്കുകയാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാം അങ്ങനെ ഒരു വോട്ടോ എന്ന് ചോദിക്കാവുന്നേ പറ്റുള്ളൂ. കാരണം ആ സിസ്റ്റം ഇല്ല. അപ്പം നമ്മൾ ഓരോ വ്യക്തിയും രാഷ്ട്രീയ ഒരാൾക്കൊരു വോട്ട് എന്ന് പറയുന്നത് പൗരനായിരിക്കുക എന്ന് പറഞ്ഞാൽ അവകാശവും ഉത്തരവാദിത്വവും കടമയുള്ള ആളാണ്. പ്രജയെന്ന് പറയുന്നത് അങ്ങനെയല്ല. പ്രജയെന്ന് പറയുന്നതിന് അനുസരണയും കൂറും കൂറും കടമയുണ്ടാവും. അങ്ങനെയാണ് ആ ഡിവിഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ 1950 മുമ്പുണ്ടായിരുന്ന ആളുകളുടെ ലോകമോ അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ആൾക്കാർ വ്യത്യസ്തമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷെ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറൊരു കാര്യം തന്നെയാണ്. കാര്യം ഈ ഭൂരിപക്ഷം ഉണ്ടാക്കി വരിക ഞാൻ പറഞ്ഞ മനസ്സിലായി. അത് മനസ്സിലായതുകൊണ്ട് അതുകൊണ്ട് യോജിപ്പുള്ള സ്ഥലമുണ്ടെന്നും വിയോജിപ്പുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു വിച്ഛേദം നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് 1950 മുമ്പുള്ള ഇന്ത്യയും അതിന് ശേഷമുള്ള ഇന്ത്യയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കേരളവും അതിന് ശേഷമുള്ള കേരളവും വ്യത്യസ്തമാകുന്നത്? ഭരണഘടനയെന്ന് പറയുന്ന അതുവരെ ഉണ്ടായിരുന്നത് ആയിരക്കണക്കിന് രാജാക്കന്മാർ പല സ്ഥലങ്ങളിൽ പല സിസ്റ്റങ്ങൾ, അതിനകത്ത് 90% ജാതി സംവിധാനങ്ങളായിരുന്നു അവരുണ്ടാക്കിയത്. സെമിന്ദാരി സിസ്റ്റം എന്നോ അല്ലെങ്കിൽ റൈത്വാരി സിസ്റ്റം എന്നോ കഴിഞ്ഞ് വടക്കേ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇവിടെ ജന്മിസ് ഇരുന്ന സിസ്റ്റം, അതിനകത്ത് ഈ ജാതീയമായിട്ടുള്ള തരംതിരിവുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു അതിന്. അപ്പം മതപരമായ ഒരു ബലത്തിനേക്കാളും കൂടുതൽ ഈ സിസ്റ്റമാണ്, ഈ ജാതി സിസ്റ്റം. അതിനകത്ത് ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതമാണെന്ന് പറയുമ്പോഴും ഇതിനകത്തൊരു സെക്ഷനകത്ത് നിൽക്കത്തേ ഉള്ളൂ. അങ്ങനെ മാത്രമേ വരുള്ളൂ. ഭരണാധികാരിയായിട്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാജഭരണമായി നിന്നിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ നിന്നും ഡിഫറൻ്റായ പുതിയൊരു സിസ്റ്റം ഇന്ത്യയിൽ വരുന്നതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും രാഷ്ട്രീയക്കാരാകണം എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ അതുപോലെ ഇനി അറിയുക എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻഫർമേഷൻ്റെ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നതാണ് നിങ്ങൾ വെച്ച വിമർശനം. അതേസമയത്ത് ഇപ്പം ഈ സിസ്റ്റം ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ഒരു സമൂഹത്തിനെ നിർണ്ണയിക്കുന്നതെന്ന് പറയുന്ന തരത്തിലുള്ള സിസ്റ്റത്തിനകത്ത് അതിനെപ്പറ്റിയുള്ള അറിവ് കണിശമായിട്ടുണ്ടാകേണ്ട. സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കേണ്ടതാണ്. ഇതുവരെ ഭരണഘടന വായിച്ചിട്ടില്ലാത്ത ക്ലാസ് റൂംസാണ് നമുക്കുള്ളത്. ആ ക്ലാസ് റൂമുകളിനകത്ത് ഭരണഘടന വായിക്കപ്പെടുന്ന മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട പൗരനിർമ്മാണം നടക്കേണ്ട സ്ഥലമാണ്. ഇതുവരെയും നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ സ്കൂളുകളാണ് തുടരുന്നത്. ഇപ്പോഴും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സ്കൂളെന്ന് പറയുന്നത്
ഇന്ത്യക്കാരെ കൊണ്ട് അവർക്ക് അവിടെ ഉള്ളവർ മുഴുവൻ പേരും വന്ന് ഇവിടെ വന്ന് ഭരിക്കാനൊക്കാത്തതുകൊണ്ട് ഇവിടുന്ന് ട്രെയിനിങ് കൊടുത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഭരിക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരെയായിരുന്നു അവർ ട്രെയിൻ ചെയ്തത്. അവരുടെ ഫാക്ടറികൾ ജോലി ചെയ്യുന്നതിനും അവരുടെ ഭരണ സംവിധാനത്തിനകത്ത് ജോലി ചെയ്യുന്നതിനും അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരാകുന്നവരും ഗുമസ്തരാകുന്നവരും ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് സ്കൂൾ മുഴുവനും തുടങ്ങിയത്. ആ സ്കൂള് തുടങ്ങിയപ്പോൾ എല്ലാ ജാതി മത വിഭാഗങ്ങളും പെട്ടെന്ന് കണ്ട് ഭരണത്തിനകത്ത് പങ്കാളിത്തം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ പഠിക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് അവരാരംഭിച്ച സ്കൂളുകളാണുള്ളത്. ആ സ്കൂളുകളാണ് തുടർന്നിട്ടുള്ളത്. ഇപ്പോൾ പബ്ലിക് സ്കൂളെന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം ഉണ്ടാകുകയും ബാക്കിയുള്ളത് മുഴുവനും മതജാതികൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിനോടൊപ്പം പങ്കാളിത്തം നേടുന്നതിന് വേണ്ടിയാണ് സ്കൂളും ഉണ്ടാക്കിയത്. പിന്നെ ജോലി എന്ന് പറയുന്നത് പങ്കാളിത്തമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ സ്കൂളുകളിനകത്തൂടെ വന്ന ആളുകൾ എല്ലാ സമയത്തും ജോലിക്കാരാകുന്നതിന് വേണ്ടി മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം 7ാം ക്ലാസ്സിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ഗുമസ്തരാകാൻ പറ്റും. 10ാം ക്ലാസ് പാസ്, അതുകൊണ്ട് 10ാം ക്ലാസ്സിന് ഭയങ്കര പ്രാധാന്യം വന്നത് എല്ലായിടത്തും ക്ലർക്കന്മാരെന്ന് നമ്മൾ പറയുന്ന ഗുമസ്തന്മാരെന്ന് ആ വിഭാഗം മുഴുവൻ ഉണ്ടാകുന്ന അവിടെ നിന്നായിരുന്നു. BA BSc പഠിക്കുന്നവർക്കായിരുന്നു ഉദ്യോഗസ്ഥരാകാൻ പറ്റുന്നത്. ഇത്രയും സെക്ഷൻ കഴിഞ്ഞാൽ ഭരണത്തിനകത്ത് ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്ന് വഹിക്കണമെന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള IFS IAS IPS എന്ന് പറയുന്ന സെക്ഷൻ, IFS 2 ഫോറിൻ സർവീസും ഫോറസ്റ്റ് സർവീസും രണ്ടുമുണ്ട്. ഈ ഇത്രയും സാധനം എൻ്റെ പരീക്ഷ നടത്തിയിരുന്ന നിങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവർ നേരിട്ട് അവരുടെ ആമായി കണ്ടിരുന്ന അവരെയാണ്. ആ ആളുകളെ അവിടെയായിരുന്നു പഠിച്ചത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആകെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇംഗ്ലണ്ടിൽ നടന്ന പരീക്ഷ ഇന്ത്യയിലോട്ട് മാറി എന്നുള്ളതല്ലാതെ അന്നത്തെ അതേ സ്കൂളും അന്നത്തെ അതേ സാധനം തന്നെയാണ് ഈ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഭരണഘടന വന്ന് ഇതിങ്ങനെ പറയുന്നത് കേൾക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു ക്ലാസ് റൂമിൽ അറിഞ്ഞിട്ടില്ല, ഒരു കോടതിയിൽ അറിഞ്ഞിട്ടില്ല, ഒരു വില്ലേജ് ഓഫീസിൽ അറിഞ്ഞിട്ടില്ല, ഒരു സെക്രട്ടേറിയറ്റിൽ അറിഞ്ഞിട്ടില്ല. അത് ഈ എൻ്റെ മുന്നേ വന്നിരിക്കുന്ന ആൾ ഇന്നലെ പ്രജയാണ്, പക്ഷെ ഇന്ന് പൗരനാണ്. ഇന്ന് അറിഞ്ഞ പ്രജയുമില്ല, ഉദ്യോഗസ്ഥരുമില്ല. അങ്ങനെ ഈ നമ്മളീ പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തി സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന വന്നിട്ടും ആരും അറിയാതെ എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഭരിച്ചിരുന്നത്, അത് കൊട്ടേഷനകത്ത് ഭരിച്ചിരുന്നത്, അതേപോലെ ഇന്ത്യക്കാരിലെ ഒരു വിഭാഗം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളാകെ സംഭവിച്ചത് കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി ഈ അധികാരത്തിലേറാൻ വേണ്ടി ഉണ്ടായതാണ് കക്ഷി രാഷ്ട്രീയം. ആരാണ് കൂടുതൽ ഒരു വോട്ടെങ്കിലും കൂടുതൽ ജയിക്കണം അവർ പോകാൻ വേണ്ടി അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റം തന്നെ ഒരു കറക്റ്റിംഗ് അതോറിറ്റി ആയിട്ട് പൊതുജനങ്ങൾ രാഷ്ട്രീയക്കാരെല്ലാവരും ആവണം. അതിൽ വളരെ കറക്റ്റാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായ പ്രകാരം. അതേസമയം ഞാൻ പറഞ്ഞ ഒരു സംഗതി, പിന്നെ ഈ ഒരു മനോഭാവ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ജൻസിയുടെ ഒരു പ്രോബ്ലം പണ്ട് അധികാരികളെ തിരുത്തുന്ന കറക്റ്റിംഗ് ഏജൻസി ആയിരുന്നുവെങ്കിൽ ഇന്ന് കൊള്ളരുതായ്മകളെ ന്യായീകരിക്കുന്ന ഫാൻ ബോയ്സ് ആയിട്ട് മാറുകയാണ്. ഞങ്ങളുടെ ആളുകൾ ചെയ്താൽ ക്യാപ്സൂൾ സർക്കുക എന്നുള്ളതാണ് ആ ഒരു ഫോളോവേഴ്സിൻ്റെ കടമ. അത് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. പിന്നെ അതിൽ ഒറ്റൊരു വിഷയം കൂടി, ഇപ്പോൾ അതിൽ ഈ ജാതീയതയെ പറ്റി പറഞ്ഞപ്പോൾ അത് ക്രോസിംഗ് അല്ല, പിന്നെ ഞങ്ങൾക്കൊരു വിയോജിപ്പ് അവിടെ ഉള്ളത് ഇസ്ലാമിൻ്റെ ഒരു സ്പിരിച്വൽ സ്ട്രീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പൊതുബോധത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒരു ജാതിയായിട്ട് തന്നെയാണ് പരികൽപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ മന്ത്രിസഭയുടെയൊക്കെ ചർച്ച വരുമ്പോൾ ഇത്ര ഈഴവ മന്ത്രി, സവർണ മന്ത്രി, നായർ മന്ത്രി, മുസ്ലിം മന്ത്രി, ശരിക്കും പറഞ്ഞാൽ ജാതീയത എന്നുള്ളതൊരു ഭൗതികവാദമായിട്ടാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. മീൻസ് ഒരു ഭൗതിക മാനദണ്ഡങ്ങളാണ്. ദൈവത്തിൻ്റെ മുഖം, ദൈവത്തിൻ്റെ നെഞ്ച്, ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ കാല്, അവിടെ നിന്നൊക്കെ സൃഷ്ടിക്കപ്പെട്ടവർ, ഇങ്ങനെ കാറ്റഗറീസ്. ഇതിനൊക്കെ അപ്പുറം അതൊക്കെ അവരെയും നമ്മളെയും ഉണ്ടാക്കുന്ന, രണ്ട് പക്ഷത്തെ ഉണ്ടാക്കുന്ന മാനദണ്ഡങ്ങളാണ്. ഇസ്ലാമിൻ്റെ സ്പിരിച്വൽ കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് മറുപക്ഷമില്ലാത്ത വിധം എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു ഏകകം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് സ്പിരിറ്റ്, സോൾ എന്നുള്ളതാണ്, ആത്മാവ് എന്നുള്ളതാണ്. അപ്പോൾ മൈത്രേനെ അതിനെ നിഷേധിക്കുമെങ്കിൽ കൂടിയും ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം എല്ലാവരെയും ഒരുമിപ്പിക്കാൻ പറ്റില്ല. കാരണം ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് ഒരു ബൈനറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. തൊഴിലാളി, മുതലാളി, ബൂർഷ, ജന്മി, കുടിയാൻ, അവിടെയൊക്കെ ബൈനറീസ് ഉണ്ട്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഫിലോസഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെറിറ്റോറിയൽ സറൗണ്ടിങ്ങിൻ്റെ ഉള്ളിലുള്ള പൗരന്മാർ, ഇന്ത്യക്കാരൊന്ന് വേറെ, പാകിസ്ഥാൻസി ഒന്ന് വേറെ, ചൈനക്കാരൊന്ന് വേറെയാണ്. ഓരോ പ്രത്യയശാസ്ത്രം എടുത്താലും അപരന്മാരെ, ഐഡിയോളജിക്കൽ അതേഴ്സിനെ സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ഇസ്ലാമിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ കൺസെപ്റ്റ് അങ്ങനെ ഉണ്ടാവാതെ എല്ലാവർക്കും ഏകോപിപ്പിക്കാൻ പറ്റിയൊരു പോയിന്റ് വേണം. അപ്പോൾ അത് സിജിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും മൈത്രേയൻ്റെ ഉള്ളിലും ആരുടെ ഉള്ളിലും ഉള്ള ഒരു സാധനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ സോളാണ്, ആത്മാവാണ്. അപ്പോൾ അവിടെ നമ്മളെല്ലാം ഒരു കുടുംബമായി മാറുന്നു, അതോടുകൂടെ ജാതീയത ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിനെ ജാതിയായി പരികൽപ്പിക്കപ്പെടുക എന്നുള്ളത് എന്താണ്, വാട്ട് ഈസ് നോട്ട് ഇസ്ലാം എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. സമൂഹം ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ് എന്നായിരുന്നു ഞാൻ ആദ്യം ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും രണ്ട് തരം പ്രശ്നങ്ങളെ പറ്റിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞത്. മൈത്രേയൻ പറഞ്ഞത് യഥാർത്ഥ ജനാധിപത്യ ബോധം ജനങ്ങൾക്ക് ആയിട്ടില്ല, പഴയ രാജഭരണത്തിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്, പല രൂപത്തിലും ഭാവത്തിലും നിലനിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നത്തെയാണ് മൈത്രേയൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഹൈത്തമി പറയുന്നത്, ആദ്യം പറഞ്ഞത് ന്യൂസിൻ്റെ പേരിൽ ശരിക്കും നോയ്സാണ് വരുന്നത്. അതൊന്നും വിദ്യാഭ്യാസത്തെയും ഇൻഫർമേഷനെയും ഡിഗ്രേഡ് ചെയ്തതല്ല, വാർത്തകളോടുള്ള അമിതാഭിമുഖ്യം അപനിർമ്മിക്കുന്ന ഒരു മനോഭാവ. അതായത് സമൂഹം ഈ ശരിക്കുള്ള വാർത്തകളെ സമൂഹത്തിൽ കിട്ടാതെ ആവശ്യമില്ലാത്ത, ഈ വ്യക്തിക്ക് ആവശ്യമില്ലാത്ത വാർത്തകളുടെ രൂപത്തിൽ മനുഷ്യന് കിട്ടുന്നു എന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹം കാണിക്കുന്നത്. ഈ രണ്ടുപേരും തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റി വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകളായിരിക്കും. അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ സിന്തസിസ് എന്നോ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ രണ്ട് പ്രശ്നങ്ങളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? കാരണം മൈത്രേയനും നേരത്തെ സമ്മതിച്ചു ഹാഫ്, അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ മൈത്രേയൻ ഇത് അംഗീകരിച്ചു, പക്ഷെ രാഷ്ട്രീയ ബോധം വേണമെന്നാണ് മൈത്രേയൻ പറഞ്ഞത്. അതിനോട് ഞാൻ യോജിക്കുകയും ചെയ്തു. പക്ഷെ അതേപോലെ ഈ രാഷ്ട്രീയ ബോധത്തിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനെ പറ്റി എന്താണ് ഹൈത്തമിയുടെ? കാരണം നമുക്ക് ഇസ്ലാമിലോട്ടൊക്കെ വരാം, നമുക്ക് ഇസ്ലാമിക കാഴ്ചപ്പാടും പറയാം. കാരണം മൈത്രേയൻ പറയുന്ന രാജഭരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു ചിന്താരീതിയിൽ നിന്ന് മാറി ജനാധിപത്യ രീതിയിലുള്ളൊരു ചിന്താരീതിയിലോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്നൊക്കെയാണ് മൈത്രേയൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. അതിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ ഹൈത്തമിയുടെ കാഴ്ചപ്പാട് എന്താണ്? എനിക്ക് അതിൽ ആവശ്യം, ഞാൻ അത്ര ഒരു തറവായി നോളജുള്ള ഒരാളല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവും കാര്യമൊന്നും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അതിൻ്റെ ഇൻ്റർഫേസ് എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരടര് ഉള്ളോട്ട് പോയാൽ ഇപ്പോഴും ഇവിടെയുള്ളത് തനത് ജാതീബോധവും ജാതി മേൽക്കോയ്മയും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് ഒരു താഴെ തട്ടിലേക്ക് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മാനസികാവസ്ഥയിലേക്കൊന്നും ലോകമെത്തിയിട്ടില്ല. നമ്മൾ ഈ ഷോ അല്ലെങ്കിൽ റെക്കോർഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കറുത്ത ആൾക്കാർ വന്നപ്പോൾ ഉള്ള പോലീസിൻ്റെ മാറ്റം പറഞ്ഞല്ലോ, അത് എല്ലാ നാട്ടിലും ഉണ്ട്. അത് അമേരിക്ക മുതൽ ലോകത്ത് മൊത്തം ഒരു വലതുപക്ഷ തീവ്രവംശീയ രാഷ്ട്രീയമാണ് ലോകത്ത് മൊത്തം ഉള്ളത്. ഡെമോക്രാറ്റ്സിനും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ മനോഭാവങ്ങൾക്ക് ലോകത്തിൽ നിന്ന് വിലയില്ല. അപ്പോൾ അത് എല്ലാ നാട്ടിലും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ പോലും ഒരു സവർണനായ ഒരാൾ സെലിബ്രിറ്റി ആയാൽ മുത്താവും, അതേസമയം ഒരു അവർണന് സെലിബ്രിറ്റി ആയാൽ കറുത്ത മുത്തേ ആവുള്ളൂ. മുത്തിൻ്റെ ഇപ്പുറത്ത് ഒരു കറുത്ത എന്നുള്ളൊരു അജക്റ്റീവ് കൂട്ടിക്കൊടുക്കും. അപ്പോൾ അത് കറുത്ത മുത്തും മറ്റതിന് വെളുത്ത മുത്തെന്ന് പറയൂല, കാരണം വെളുത്ത ആൾ മുത്താവാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാനൊന്നും നിലവിൽ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ വന്നിട്ട് ഇസ്ലാമിനെ തിരികുന്നില്ല, എവിടെയും അതിന് പരിഹാരം ഇസ്ലാമാണ് എന്നുള്ള ആർഗ്യുമെൻ്റൊന്നും അല്ല നമുക്കുള്ളത്. ഇസ്ലാം എന്നുള്ളത് അത് ഒരു പ്രാപഞ്ചിക വീക്ഷണമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഇത്തരം അടരുകൾക്കപ്പുറത്ത്, മനുഷ്യനെ സെഗ്മെൻറ്റേഷൻ ചെയ്യുന്ന അടരുകൾക്കപ്പുറത്ത്, ഞാൻ വളരെ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ മന്ത്രിസഭയിലാകെ എത്ര മന്ത്രിമാരാണുള്ളത്? 22ഓ 20ഓ എത്ര എനിക്കറിയില്ല. അവരെ ഈഴവ മന്ത്രി, ദളിത് മന്ത്രി, മുസ്ലിം മന്ത്രി എന്നാക്കാതെ മനുഷ്യമന്ത്രി എന്ന് കാണലാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം. മറ്റ്
സമുദായവാദം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു അനിവാര്യതക്ക്, നേരത്തെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പിന്നോക്കത്തിലായി പോയവർക്ക് മെയിൻ സ്ട്രീമിലൊക്കെ വരാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കായിട്ട് നമുക്ക് സ്വീകരിക്കേണ്ടി വന്നുവെങ്കിൽ പോലും ഫിലോസഫിക്കലി സമുദായവാദം എന്നുള്ളത് ഒരു ഇസ്ലാമിക് ടേമല്ല. കമ്മ്യൂണിറ്റി എന്നുള്ള വാക്കൊരു ഇസ്ലാമിക് ടേമല്ല, അത് പൊളിറ്റിക്കൽ ടേമാണ്. ഇസ്ലാമിക് ടേം ഹ്യൂമൺ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. അതിൻ്റെ ഹിസ്റ്ററി ഞാൻ മൈത്രേനെ വിട്ടു. ഞാൻ ഒന്ന് മൈത്രേൻ ഇപ്പം ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട ഇതിനകത്ത് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ആത്മീയ കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് സ്പിരിച്വൽ എന്ന് പറയുന്നത് ആണ് ഇതിനെ ഏകോപിപ്പിക്കുന്ന പോയിൻ്റായിട്ട് കാണുന്നത്. ആണിപ്പം ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അത് ഇസ്ലാമിന് മാത്രമുള്ളതല്ല, ലോകത്തെ ഏത് സ്പിരിച്വൽ എന്ന് പറയുന്നവരെല്ലാവരും ഇതേ പോയിന്റ് തന്നെയാണ് പറയുന്നത്. അവർ ഈ കാണുന്ന ലോകത്തിനകത്തുള്ള ഐക്യത്തിന് അപ്പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്താണ് അവരത് പറയുന്നത്. അപ്പോൾ അത് എല്ലാ മതവിശ്വാസങ്ങളും ഒരേ കാര്യം പോലെ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നാരായണ ഗുരു പറയുന്ന മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ പറയുന്ന പോയിന്റിൽ നിന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ഏതിനകത്തും ഏത് മതത്തിനും കേന്ദ്രത്തിലിരിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പമാണെന്നും അവൻ്റെ മെച്ചപ്പെട്ട് നിൽക്കണമെന്നും അപ്പുറത്തിരിക്കുന്ന ആളിനെ സ്നേഹിക്കണമെന്നും പഠിപ്പിക്കുന്നതാണ് മതം എന്നുള്ള നിലപാടിലാണ് നാരായണ ഗുരു ആ പൊസിഷൻ എടുത്ത് പറയുകയും അങ്ങനെ മതസമ്മേളനം നടത്തുന്ന സർവ്വമത സമ്മേളനം നടത്തുകയൊക്കെ ചെയ്തിരുന്നതൊക്കെ ആ ഒരു സ്പിരിറ്റിലാണ്. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന സ്പിരിറ്റിലാണ്. ഞാനിവിടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് മതം രൂപപ്പെട്ടത് ഉണ്ടായത് ലോകത്ത് നമുക്കിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യ ചരിത്രത്തിനകത്ത് എടുത്തു നോക്കിയാൽ ഒരു 5000 വർഷത്തിനപ്പുറത്തോട്ട് നമുക്ക് അറിയുന്ന ഒരു മതവുമില്ല. എല്ലാം അതിനകത്തുള്ളതാണ്. അതിനപ്പുറത്തുള്ള മതത്തിനെ പറ്റിയുള്ള ചരിത്രരേഖകൾ തന്നെ നമുക്കില്ല. അതേസമയത്ത് വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ലോകത്ത്. ധാരാളം വിശ്വാസങ്ങളുടെ ലോകം. എല്ലാ ഗോത്രത്തിനും സ്വന്തം ദൈവം ഉണ്ടായിരുന്നവരാണ്, കുലദൈവം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം ഇസ്ലാമിനെ തന്നെ എടുത്ത ആയിരക്കണക്കിന് ദൈവങ്ങളുണ്ടായിരുന്ന അവിടെ വെച്ചിരുന്നതാണ്. അതെടുത്ത് കളഞ്ഞിട്ടാണല്ലോ ഒരു ദൈവം എന്ന് പറയുന്നത്. ഇതൊരു ചരിത്രപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു മേഖലയാണത്. എവിടെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഗോത്രങ്ങളിലും സമൂഹങ്ങളിലും ഉണ്ടായിരുന്നവരെ യോജിപ്പിക്കുക എന്ന് പറയുന്നത് ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. അത് ഭാഷയിൽ യോജിപ്പിക്കാനാണ് ഒരു വശത്തോടെ അവർ നോക്കുന്നത്. അതേപോലെ വിശ്വാസ പ്രമാണങ്ങളിലൂടെ യോജിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് എവിടെല്ലാം വലിയ സാമ്രാജ്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ സാമ്രാജ്യങ്ങളിലെല്ലാം തന്നെയും മതം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കോമൺ ആൾക്കാരെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന യുക്തിക്കകത്താണത്. അപ്പോൾ ഞാൻ നാരായണ ഗുരുവായിട്ട് വിച്ഛേദിക്കുന്ന പോയിൻ്റാണത്. ഓക്കെ, നിയന്ത്രണത്തിൻ്റേതായിട്ടുള്ള യുക്തികളിനകത്ത് ഒരു സിസ്റ്റത്തിനകത്ത് ആളുകളെ ഒരുപോലെ യോജിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ട ആശയ സംഹിതയായിട്ടാണ് ഞാൻ മതത്തിനെ കാണുന്നത്. അല്ലാതെ വ്യക്തികളെ ഈ ലോകത്തിൻ്റെ ദുഃഖത്തിനകത്തുനിന്ന് മോചിപ്പിക്കുന്ന യുക്തിക്കകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ മെച്ചപ്പെട്ട മനുഷ്യനാക്കി മാറ്റുന്നതിൻ്റെ യുക്തിക്കകത്തോ അല്ല ഞാൻ മതത്തിനെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സ്പിരിച്വൽ എന്ന് പറയുമ്പം അതിൻ്റെ വിശദീകരണത്തിനകത്ത് എല്ലാ ഇതിനെ മറന്ന് നമ്മൾ ഈ എല്ലാവരും മനുഷ്യരാകുക, എല്ലാവരും അന്യരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോഴും ഓരോ പ്രദേശത്തിനോട് ബന്ധപ്പെട്ട് ഉള്ള സവിശേഷമായ വ്യത്യാസങ്ങളോട് മാത്രമാണ് മതങ്ങളെല്ലാം ഉണ്ടായി നിൽക്കുന്നത്. അതിപ്പം ബുദ്ധമതം ദൈവവിശ്വാസം പോലും ഇല്ലാതെ ഉണ്ടായതാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്തിരുന്നത് അശോകനാണ് സാമ്രാജ്യമുള്ളത്, ബുദ്ധനല്ല. യേശുക്രിസ്തുവിൻ്റെ മതം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് കോൺസ്റ്റന്റൈനാണ്. കോൺസ്റ്റന്റൈന് അന്നത്തെ ഏറ്റവും വലിയ രാജാവാണ്. ഭരണാധികാരിയായും പ്രവാചകനായി ഒന്നിച്ചിരിക്കുന്നത് നബിയാണ്. അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഖലീഫേറ്റ് വരുന്നത്. ഏത്
ഇനി അതിന് മുമ്പുള്ളതാണെങ്കിൽ നമ്മൾ തോറായ എടുത്താൽ ആ കാലഘട്ടത്തിനകത്ത് ഭരണാധികാരിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി അതിനപ്പുറത്ത് ഗിലഗാമേഷിൻ്റെ കഥയെടുത്താൽ അന്നും അത് രാജാവ് തന്നെയാണ്. രാജാവിൻ്റെ കഥയാണ് ഗിലഗാമേഷിൻ്റെ കഥയായിട്ട് വരുന്നത്. അതിനകത്തുള്ളതാണ് ബൈബിളിനകത്തൊക്കെ ഉള്ള കഥകളായിട്ട് പിന്നെ വരുന്നത്. നമുക്ക് ലോകത്തെപ്പോഴും ഇനി യൂറോപ്പിൽ നിന്ന് വന്ന മുഴുവൻ ആൾക്കാർ ഏത് രാജ്യത്ത് വന്ന് അത് കോളനൈസ് ചെയ്യുന്നിടത്തെല്ലാം ഈ അവർ വിശ്വസിച്ചിരുന്ന മതം പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഈ ഒന്നിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ മെക്കാനിസമായിട്ടാണ് അത് കാണുന്നത്. രണ്ടാമത് ഭാഷാപരമായിട്ടാണ് പിന്നെ യോജിപ്പിക്കാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാഷയും ആശയവും ഇത് രണ്ടുമായിട്ടാണ് ഈ മതത്തിനെ ഞാൻ കാണുന്നത്. രാജഭരണം ആളുകളെ വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ സംസ്കാരം, വ്യത്യസ്തമായിട്ടുള്ള നിലനിൽപ്പുമായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണോ അന്നം കണ്ടെത്തുന്നത്, അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് പറയുന്നവരെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് ഉപയോഗിച്ചിരുന്ന ആശയ സംഹിതയായിട്ടാണ് ഞാൻ മതത്തിനെ മനസ്സിലാക്കുന്നത്. അത് ഒരു നല്ല റീഡിംഗ് ആണ്. പക്ഷെ എനിക്ക് അതിലോട് വിയോജിപ്പെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ മനുഷ്യർ വ്യത്യസ്തരായിരിക്കും സ്വാഭാവികമായി. നമ്മളൊരിക്കലും എല്ലാ മനുഷ്യരെയും ഒരുപോലെ ആക്കാൻ കഴിയില്ല. പക്ഷെ അവിടെ ഒരുമിപ്പിക്കുന്ന ഒരു ഏകകം എന്ത് എന്നുള്ളതിന് മതമാണ്. മൈത്രേയൻ ഇപ്പോൾ വിശാലമായ ഫ്രെയിമിൽ എന്ന് പറയാം. കാരണം മൈത്രേയൻ്റെ ഫിലോസഫി മൈത്രീയത എന്നുള്ളൊരു സാധനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡെഫിനിറ്റായ ഒരു ഇസ്ലാമിക് പേഴ്സ്പെക്ഷനാണുള്ളത്. അപ്പം അതിൽ ഈ ആശയം, ഈ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ആശയമാണ്. ആ ആശയമാണ് ഏവരെയും ഒരുമിപ്പിക്കാൻ പറ്റുന്ന ഏക വസ്തു, അല്ലെങ്കിൽ ഒരു ഏക എലമെൻ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിൾ ഈ ഉമർ ഖയ്യാമിനെയും റൂമിയെയും ഒക്കെ വായിക്കുമ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു സാധനമായിരുന്നു. മനുഷ്യ സമൂഹം മുഴുവനും ഒരു മുന്തിരിക്കൊലയിലെ മുന്തിരിമണികൾ പോലെ സമാനരാണ് എന്നുള്ള ആ ഒരു ആശയം വരുന്ന പരാമർശങ്ങൾ. അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നും, മുന്തിരിക്കൊലയിലെ മുന്തിരിമണികൾ ഒരുപോലെ അല്ലല്ലോ. വലുതുണ്ടാവും, ചെറുതുണ്ടാവും, കറുപ്പുണ്ടാവും, വെളുപ്പുണ്ടാവും. ഇതെന്താണ് ഈ മെറ്റഫർ മനസ്സിലാവുന്നില്ല എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പ്രത്യക്ഷത്തിൽ അവയൊക്കെ വിഭിന്നമാണെങ്കിലും ഏത് മുന്തിരി എടുത്ത് പിഴിഞ്ഞാലും അതിൻ്റെ ചാറിന് സെയിം ടേസ്റ്റാണ് എന്നുള്ളത്. ആ ചാറിൻ്റെ ടേസ്റ്റിനെ കുറിച്ചാണ് മറ്റൊരു ഭാഷയിൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന മലബാറിലുള്ള ഒരു സൂഫി ആണ് ഉമർ ഖാദി. എന്തായാലും കേട്ടിട്ടുണ്ടാവില്ല. ആ ഉമർ ഖാദി മലപ്പുറം താനൂരിലുള്ള ഒരു മുദരിസ് എന്ന് പറയും, മതാധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഒരു തറവാടിയും ഒരു സാധാരണക്കാരനും തർക്കം കൂടുന്ന സമയത്ത് ഈ തറവാടി എന്ന് പറഞ്ഞാൽ ജന്മി കുടിയാനോട് പറഞ്ഞു, ഞാനൊക്കെ ഏത് തറവാട്ടുകാരനാണെന്ന് നിനക്കറിയോ? അപ്പം അന്നത്തെ ഫേസ്ബുക്ക് വാളിൽ എഴുതുന്നത് പോലെ ഉമർ ഖാദി മസ്ജിദിൻ്റെ ചുമരിൽ അറബിയിൽ ഇങ്ങനെ കരിഞ്ഞുകൊണ്ട് എഴുതി വെച്ചു എന്നാണ്. അയാ ഫാഹിറം ബിൻ നസബി കൈഫത്ത ഫാഹുറോ, തറവാട് പറയുന്നവനെ നിനക്കിത് പറയാൻ എന്താ അർഹത? അസ്ലു കുമൂമിൻ കബലു തീയൻ വ നായറു വ ആശാരി മൂശാരി മണ്ണാനു പാണരു വ കുയ്ബാനു ഷദ്ദി നായാടി പാണരു. ഒരുപാട് കേരളത്തിലുള്ള ജാതി വർഗ്ഗങ്ങളുടെ പേര് പറയുകയാണ്. ഈ ജാതി വർഗത്തിലേക്കാണ് നമ്മളെല്ലാം ചേരുന്നത്. ഒക്കെ മനുഷ്യജാതിയാണ്. ആ മനുഷ്യജാതി എന്ന് പറയുമ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്ന സാധനം അതെന്താണെന്നുള്ളതാണ്. അത് മെറ്റബോളിക് ഫീച്ചേഴ്സ് ആണോ, കേവലം ഇൻ്റലക്ച്വൽ ഫീച്ചേഴ്സ് മാത്രമാണോ എന്നൊക്കെ ചോദിച്ചാലും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിസ്ഥാന ഘടകം, ആ അടിസ്ഥാന ഘടകം റൂഹ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തത്വത്തിലേക്ക് വരിക എന്നുള്ളതായിരിക്കും ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തെക്കാൾ നല്ലതെന്നുള്ള ഒരു പോയിന്റിൽ മാത്രമാണ് എനിക്ക് നേരിയ വിയോജിപ്പുള്ളതൊന്ന്. രണ്ടാമത്തേത്, 5000 അല്ലെങ്കിൽ 6000 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഒന്നും ലഭ്യമല്ല. മതം മാത്രമല്ല, ഒന്നും ലഭ്യമല്ല, പലതും. അപ്പോൾ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് ഇപ്പോൾ ഈ വിശാല ഇസ്ലാം, ക്രിസ്ത്യൻ, യഹൂദ, അബ്രഹാമിക് ട്രഡീഷൻസ് മൊത്തം ഫ്രം ദ ഫസ്റ്റ് ഹോമോസാപ്പിയൻ മുതലേ ഇസ്ലാമിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമല്ല ഇസ്ലാമിൻ്റെ തുടക്കം, ഫസ്റ്റ് ഹോമോസാപ്പിയൻ മുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടിയ ഒരു ഇസ്ലാമിക് ക്രീഡ് ഉണ്ട് എന്നുള്ളത് മൈത്രേയൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. പറയുന്ന ഇസ്ലാമിലെ ആ പറയുന്ന സ്പിരിച്വൽ എന്ന് പറയുന്ന എല്ലാ വ്യാഖ്യാനങ്ങളും, ഞാനിപ്പോൾ സൂഫിസമൊക്കെ കുറച്ച് നോക്കിയിട്ടുള്ള ആൾ തന്നെ, അറിഞ്ഞുകൂടാത്തതൊന്നും അല്ലത്. അതിനകത്തെല്ലാം തന്നെയും ഈ ലോകവ്യാപകമായി സ്പിരിച്വലായിട്ട് പറയുന്ന ആൾക്കാരെല്ലാം ഒരുപോലെ യോജിക്കുന്ന സ്ഥലങ്ങളാണ്. അവരെല്ലാവരും വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള,
ഒരു ഈ നേരത്തെ പറഞ്ഞ നിങ്ങൾ റൂഹ് എന്ന് വിളിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സോൾ കോൺഷ്യസ്നെസ്, പുതിയ സയൻസ് അങ്ങനെ പറയുന്നു. കോൺഷ്യസ്നെസ്, അത് തന്നെ കോൺഷ്യസ്നെസ് എന്ന് വിളിച്ച, ബോധം എന്ന് വിളിച്ചോ, അവയർനെസ് എന്ന് പറഞ്ഞോ, അല്ലെന്നുണ്ടെങ്കിൽ ആത്മാവെന്ന് വിളിച്ചാലും എല്ലാം വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻഷ്യൽ നോളജിനകത്തില്ലാത്ത ഒരു അബ്സ്ട്രാക്ഷനിലാണ് ഈ പറയുന്നത്. അല്ല, ഇപ്പോൾ ഈ റോജർ പെൻറോസിൻ്റെ ഒക്കെ, ഞാൻ ക്രോസ് ചെയ്യല്ലേ, പെൻറോസിൻ്റെ ഒക്കെ സ്റ്റഡീസിൽ ഈ കോൺഷ്യസ്നെസ് എന്നുള്ളത് അതിനെ ഒരു നാലാം മാനമായിട്ട് തന്നെ, ഒരു ഫോർത്ത് ഡയമെൻഷൻസ് ആയിട്ട് തന്നെ സ്പിരിറ്റിനെ കാണുന്ന പഠനങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ന്യൂറോണുകൾക്കുള്ളിലുള്ള മൈട്രോ ട്യൂബുകളിൽ നടക്കുന്ന ക്വാണ്ടം പ്രവർത്തനങ്ങളാണ് ആത്മാവ്, ക്വാണ്ടം പ്രവർത്തനങ്ങളാണ് ബോധം. ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ആ ബോധം ഊർജമായി മാറുകയും രണ്ടാമത് ആ വ്യക്തി എനർജറ്റിക് ആകുമ്പോൾ ആ ബോധം തിരിച്ചു വരികയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സ്റ്റഡീസ് സയൻസിൽ നടക്കുന്നുണ്ട്. സ്റ്റഡിയൊന്നുമില്ല, ഉള്ളത് അങ്ങേരുടെ നിലപാട് മാത്രം. ആ നിലപാട് ആയിരിക്കാം, പക്ഷെ അത്രേ ഉള്ളൂ, അല്ല സ്റ്റഡിയൊന്നുമില്ല. അതുകൊണ്ട് പെൻറോസ് അല്ല, റോജർ പെൻറോസ് അതേപോലെ ഞാൻ ഇതിന്റെ ടോണ് നമുക്ക് മാറ്റണ്ട. അല്ല, അത് തന്നെ ഞാൻ ഈ പറഞ്ഞേ. പെൻറോസ് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാട് മാത്രമാണ്. നിലപാട് അല്ല, ഒരു സയന്റിസ്റ്റിന്റെ നിലപാട് പറയുക, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റഡിയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ. സയന്റിസ്റ്റിന്റെ നിലപാട് അയാളുടെ വീട്ടിലുള്ള കാര്യത്തിലും ആകാം. അയാൾ ഇന്ത്യക്കാരല്ല. ഓർക്കസ്ട്രേറ്റഡ് ഒബ്ജക്റ്റീവ് റിഡക്ഷൻ, എനിക്ക് തിയോഫോർട്ട് എന്ന് പറയുന്ന എനിക്ക് വിഷയം ഞാനത് പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അത് പെൻറോസിന്റെ നിലപാട് മാത്രമാണെന്നാണ് ഞാൻ പറഞ്ഞത്. വേറൊരാൾ മേ ബി ഒരു സയന്റിസ്റ്റ് പൊതുവെ സയന്റിസ്റ്റിന്റെ നിലപാട് രൂപപ്പെടുത്തുക ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും. അതിനകത്ത് എനിക്ക് വിയോജിപ്പില്ല. നിങ്ങൾ പെൻറോസ് പറഞ്ഞതാണെന്നുള്ളതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. അത് പക്ഷേ ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയല്ല, അദ്ദേഹത്തിൻ്റെ ഇൻ്റർപ്രിറ്റേഷനാണ് ലോകത്തിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയുന്ന പോയിൻ്റാണ്. കുറേ സയൻറ്റിസ്റ്റ് ഇപ്പോൾ ഈ ND ലിറ്ററേച്ചർ ഉണ്ടല്ലോ, നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട തനാട്ടോളജിക്കൽ പുസ്തകങ്ങൾ. ഇപ്പോൾ ഈ റേമണ്ട് ആർ മോഡിയുടെ ഒരു പുസ്തകമുണ്ട്, ലൈഫ് ആഫ്റ്റർ ലൈഫ്. ആ പുസ്തകത്തിൻ്റെ അത്ഭുതം, അതിൻ്റെ ചട്ടപ്പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുള്ളത് 22 മില്യൺ കോപ്പീസ് സോൾഡ് എന്നാണ്. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട, ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡീസ് ഈ 2020-കളിൽ 22 മില്യൺ വിറ്റഴിക്കപ്പെടണമെങ്കിൽ അതൊരു കേവല നിഗമനത്തിനപ്പുറം അതിൽ കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു വായനാ ലോകം ഇവിടെ ഉണ്ടാവില്ല എന്തായാലും. അവരാണ് ഈ മതവിശ്വാസികളെന്ന് പറയുന്നത്. അവർക്ക് ലെജിറ്റിമേഷൻ കിട്ടുന്നതിന്. പക്ഷെ അത് ഈ ട്രഡീഷണൽ മതത്തിന്റെ വൃത്തത്തിനകത്ത് വെച്ച് സംസാരിക്കാതെ മനുഷ്യന്റെ അന്വേഷണങ്ങളെ ഒബ്ജക്റ്റീവ് റിയാലിറ്റീസിനെ കൂട്ടി വെച്ചിട്ടാണ് പോകുന്നത്. ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു എന്ന് പറയുമ്പം ലെജിറ്റിമേറ്റ് ആകുന്ന യുക്തി നിലനിൽക്കുന്നതുകൊണ്ടാണ് അത് വായിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഞാനതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അതേസമയം ഇത്രയും പറയുന്നുള്ളൂ, ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു തലം കേവലം ഒരു അമൂർത്തമായ മതസങ്കല്പം എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് അല്ല എന്ന് പറയുന്നതിനപ്പുറം മനുഷ്യൻ്റെ അറിവിനും മനുഷ്യൻ്റെ ബോധത്തിനും യുക്തിക്കും അപ്പുറമുള്ളിടത്തേക്കുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് സയൻസ് കൊണ്ടുവരുന്നത്. മനുഷ്യർക്ക് ബോധം, നമ്മൾ ബോധത്തിനെ ഇല്ലെന്ന് ആരും നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അതിന് ഇൻഡിപെൻഡൻസി, ഈ ലോകത്തിനെ മനസ്സിലാക്കുന്നതിന് അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് കൊടുക്കുന്നിടത്താണ് നമ്മൾ വിയോജിക്കുന്നത്. അത് ഒരു വിയോജിപ്പാണ്. ആ വിയോജിപ്പിനോടുള്ള വിയോജിപ്പിന്റെ തലാണ് ഞാൻ പറഞ്ഞ അതിനുള്ള വിയോജിപ്പ് ഡയമെൻഷൻസ് ആയിട്ട് വായിക്കപ്പെടുന്നത്. പറഞ്ഞ ഫോർത്ത് ഡയമെൻഷനൊക്കെ നമ്മൾ തെളിയിക്കപ്പെട്ട കാര്യമൊന്നുമല്ല, അതങ്ങനെ പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതൊരു ശാസ്ത്രീയമായിട്ടുള്ള നിഗമനവും അതിന്റെ എത്തിച്ചേരലുമായ ഹൈപ്പോത്തിസിസ് ആവാം. ഹൈപ്പോത്തിസിന് എനിക്ക് എതിരൊന്നുമില്ല. ഹൈപ്പോത്തിസിസുകൾ തന്നെയാണ് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഒരു തിയറിയായി അല്ലെ ഫാക്റ്റായി മാറുന്നത്. ആത്മീയത മുഴുവൻ ഹൈപ്പോത്തിസിസ് ആണെന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പെൻറോസിൻ്റെ നിലപാടും കൂടെ എടുക്കുക, അത്രയേ ഉള്ളൂ. എന്നുള്ളതല്ലാതെ അത് ലോകത്ത് ശാസ്ത്രീയമായിട്ടുള്ള മറ്റ് ഒത്തിരി കാര്യങ്ങൾ അതിന് ആവശ്യമാണ്. ഒരു ഹൈപ്പോത്തിസിസ് തിയറിയായി മാറുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ തിയറി ഓഫ് എവല്യൂഷൻ എന്നോ അല്ലെങ്കിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നോ പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. എന്ത് തരത്തിലുള്ള തെളിവുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഉണ്ട്, ഇങ്ങനൊരു സാധ്യതയുണ്ട്. അങ്ങനത്തെ ഞാനതിലൊരു കേവലം പഠിതമാണ്, എനിക്കറിയില്ല. പക്ഷെ എന്നെ ആകർഷിച്ച 1-2 സ്റ്റഡീസ്, ഇപ്പോൾ ഓർക്കസ്ട്രേറ്റഡ് ഒബ്ജക്റ്റീവ് റിഡക്ഷൻ, അതേപോലെ മൾട്ടി യൂണിവേഴ്സ് കോൺഷ്യസ്നെസ്, അത്തരം മൾട്ടി യൂണിവേഴ്സ് ആൻഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന
ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യപ്പെടുകയും എന്നിട്ട് ബോധവും മനുഷ്യൻ്റെ ഈ ആത്മാവുമാണ് പരമം, പദാർത്ഥമല്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് ഒരു മൈനോറിറ്റി സയൻറ്റിസ്റ്റുകൾക്ക് അവരുടെ നിഗമനത്തെ കൊണ്ടുപോവേണ്ടി വന്ന ഒരു സാഹചര്യം, അതിനെ നമ്മൾ മൈത്രേയൻ ഡിഗ്രേഡ് ചെയ്യുന്നതിനോടാണ് എനിക്ക് ഡിഗ്രേഡ് ചെയ്യുന്നതല്ല. എന്നും എല്ലാ സമയത്തും അത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു എന്നുള്ള എനിക്ക് അറിയുന്നുണ്ടാ. അവർ ജീവിച്ചില്ല. മനുഷ്യൻ്റെ അറിവുകൾ സമാനതകൾ തന്നെയായിരിക്കും. എവിടെയോ വായിച്ചിട്ടുണ്ട് 2500-ലേറെ കാര്യങ്ങളെ മനുഷ്യനാകെ ബ്രെയിനിൽ വരുള്ളൂ. അപ്പം അതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയായിരിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ഫാക്ട്സ് അത് സെയിം അല്ലേ? ആ അർത്ഥത്തിലല്ല. ഏത് കാലത്ത് ആര് ജീവിച്ചാലും അവരെല്ലാം കണ്ടെത്തുന്ന ഫാക്ട്സിൽ സമാനത വരും. കാരണം പ്രപഞ്ചത്തിലുള്ള ഫാക്ട്സ് സെയിം ആണ്. അല്ല, ഫാക്ട്സ് സെയിം ആണെന്നുള്ളത് ശാസ്ത്രീയമായിട്ടേ തെളിയിക്കാൻ പറ്റുള്ളൂ, അല്ല പറ്റത്തില്ല. അതെ, അതുകൊണ്ടാണ് ഈ ശാസ്ത്ര പഠനങ്ങളെ മെൻഷൻ ചെയ്യുന്നതാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് അതിന് മെത്തഡോളജി ഉണ്ട്. അത് ഒരാൾ ഹൈപ്പോത്തിസിസ് വെക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും ബോധ്യമാകുന്ന നിലവാരത്തിലുള്ള പ്രൂഫുകൾ വേണം. അല്ല, അങ്ങനെയാണെങ്കിൽ സാറേ നമ്മൾ എവല്യൂഷൻ തിയറിയെ പോലും ഒരു നാസ്തികതയുടെ നാച്ചുറൽ സയൻസിന്റെ വ്യൂവിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞു? കാരണം എവല്യൂഷൻ തിയറിയെ ഒരേ സമയം അതിനെ ഡീബങ്ക് ചെയ്ത സയന്റിസ്റ്റുകളുണ്ട്. എവല്യൂഷൻ അറിഞ്ഞുകൂടാതിരിക്കുന്ന സയന്റിസ്റ്റുകൾ ഉണ്ടാകും. കാര്യമുണ്ട്, അവർ ഫിസിക്സ് മാത്രം പഠിച്ചവരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവർ കെമിസ്ട്രി മാത്രം പഠിച്ചവരായിരിക്കും. എവല്യൂഷൻ പഠിക്കാതെ ലോകത്തിനെ മനസ്സിലാക്കാനേ പറ്റത്തില്ല. ഓക്കെ, അതേസമയം ആ എവല്യൂഷൻ തിയറി പ്രകാരം പ്രപഞ്ചത്തെ മുഴുവനും വിശദീകരിക്കാൻ ജീവോൽപത്തിയെയോ അല്ലെങ്കിൽ പ്രപഞ്ചോൽപത്തിയോ വിശദീകരിക്കാൻ തക്ക നിലയിലുള്ള ഒരു സ്ട്രെങ്ത് മെക്കാനിസം അതിലില്ലാന്ന് നിരീക്ഷിച്ച ആൾക്കാരും സയന്റിസ്റ്റുകൾ തന്നെയാണ്. ഞാൻ പറയുന്നത് എന്ന് വിചാരിച്ച് അതിനെ ഞാൻ ഡിഗ്രേഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് ഉൽപ്പത്തി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ എവല്യൂഷണറി ആയിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതെ, ഇപ്പം മൈത്രേയൻ പറയുന്ന ആർഗ്യുമെന്റിനെ അത്തരം ആർഗ്യുമെന്റുകളുടെ കൂട്ടത്തിൽ ഒരിടത്ത് പ്ലേസ് ചെയ്യാം, അതിനുള്ള ഞാൻ എതിരില്ല. അതേസമയം ആ ആർഗ്യുമെന്റ് അല്ല ഒന്നുകൂടി കൃത്യം എന്ന് പറഞ്ഞ് ഇതിനെ ഡീബങ്ക് ചെയ്യുന്ന ഒരുപാട് ആർഗ്യുമെന്റ്സ് മറ്റേ ഭാഗത്ത് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി അത് നോക്കിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ചെയ്യുന്ന ആളുകളെല്ലാം യഥാർത്ഥത്തിൽ എവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ നിലനിർത്തുന്നതിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞു, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എവല്യൂഷൻ തിയറിയെ പൂർണ്ണമായി നമ്മൾ നിരാകരിക്കുന്നൊന്നുമില്ല. നാച്ചുറൽ സെലക്ഷൻ ഉണ്ടാവാം, ജീൻ മ്യൂട്ടേഷൻ ഉണ്ടാവാം, ഡീപ്പ് ടൈം തന്നെ ആയിരിക്കാം ആധാരം, ഒക്കെ. അതേസമയം അത് സ്വയമേവേ ആണോ അല്ലേ, അതിന് സ്വയം പ്രവർത്തിക്കാനുള്ള മെക്കാനിസം ഉണ്ടോ ഇല്ല, അവിടെയാണ് നമ്മൾ മെറ്റാഫിസിക്കലായിട്ടുള്ള സംഗതികളൊക്കെ പറയുന്നത്. നമ്മുടെ ചർച്ചയുമായി അതിന് റിലേഷൻ ഇല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊക്കെ പോകാത്തത്. അതേ പറഞ്ഞല്ലേ, നമ്മൾ ആ പറയുന്ന പോയിന്റുകളിനകത്ത് പ്രപഞ്ചം എന്ന് പറയുന്ന ഇതിന് ഒരു ബാഹ്യം, പ്രപഞ്ചബാഹ്യമായ ഒരു ശക്തി വേണം എന്ന് കണ്ടെത്തുന്നതാണ് ആദ്യകാലം തൊട്ടുള്ള സ്പിരിച്വൽ എന്ന് പറയുന്നത് മുഴുവൻ അങ്ങനെയാണ്. എവല്യൂഷണറി ആയിട്ട് ലോകത്തിനെ മനസ്സിലാക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബാഹ്യം എന്ന് പറയുന്ന ഒരു ആവശ്യമേ ഇല്ല. ഈ എവല്യൂഷൻ സംഭവിക്കണമെങ്കിൽ ബേസിക്കലി ഒരു ഫസ്റ്റ് എലമെന്റ് വേണം. ഈ ഫസ്റ്റ് എലമെന്റിന്റെ കാര്യത്തിലാണ് നമുക്ക് തർക്കമുള്ളത്. എവല്യൂഷൻ എന്നുള്ള വാക്ക്, അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള, ഞാൻ ഇതിന് മറുപടി എനിക്കുള്ള ഒരാളാണ്. അത് അങ്ങനെ പറയുമ്പോൾ അത് ആളുകൾ എളുപ്പം ചിലപ്പോൾ മനസ്സിലാകുകയും ചിലപ്പോൾ മനസ്സിലാകാതെയും പോകാറുണ്ട്. ഉള്ള ഒന്നിന് ഇല്ലാതാകാനൊക്കത്തില്ല. അതുപോലെ ഇല്ലാതിരുന്നിട്ടുണ്ടായതാണ് പ്രപഞ്ചം എന്ന് വിചാരിച്ച മനുഷ്യരുടെ പ്രശ്നം മാത്രമാണ്. പ്രപഞ്ചം ഉള്ളതാണ്, പ്രപഞ്ചം ഉണ്ടായതാണ്. അതാ അവിടെയാണ് നമ്മൾ രണ്ടുപേരും തമ്മിൽ പിരിയുന്ന എന്തോ. അതെ, തീർച്ചയായിട്ടും കാലങ്ങളായിട്ടുള്ള വിഷയമാണല്ലോ. നേരത്തെ എന്നുള്ള വാക്കും ഒഴിവാക്കി, നേരത്തെ പോലും ഇല്ല. കാരണം ടൈം എന്നുള്ളതും നിർമ്മിക്കപ്പെട്ടതാണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ ഉള്ളതെന്തോ ഒന്നുണ്ടാവൽ ലോജിക്കലി വേണം. അല്ല, ഉള്ളത് ഉണ്ടാകേണ്ട കാര്യമില്ല, ഉണ്ടാവേണ്ട കാര്യമില്ല. ആ ഉള്ളതെന്ത് എന്നുള്ള അടുത്താണ് വിഷയം. ഉള്ളത് പ്രപഞ്ചമാണോ, പ്രപഞ്ചാതീതമായ അപ്പൊ പിന്നെ അതിനെ എങ്ങനെ ഉണ്ടായെന്ന് പറയാൻ നിങ്ങൾക്ക് ബാധ്യത വരും. അതിന് ബാധ്യതയുണ്ട്. ബാധ്യത ഇപ്പോൾ ഉദാഹരണത്തിന് സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിങ്ങൾ പറയുന്ന പ്രപഞ്ചബാഹ്യമായ ഒരു അതോറിറ്റി,
ഒരു തന്നെ എന്തായാലും ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ആ ആൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അവിടെയുള്ളൊരു പ്രോബ്ലം. അതിന് നേരെ സ്ട്രൈറ്റ് ആയിട്ടൊരു ചോദ്യമായിട്ട് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു മുസ്ലിയാരോട് എന്നോട് ചോദിക്കുന്നു, ഹൂ ക്രിയേറ്റഡ് യുവർ അള്ളാഹ്? നിങ്ങൾ അള്ളാഹിനെ ആരുണ്ടാക്കി? ഹൂ ക്രിയേറ്റഡ് ഗോഡ് ഓൾമൈറ്റി സംതിങ്. പക്ഷെ അവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. ആ ചോദ്യത്തിൻ്റെ ആശയം ഹൂ വാസ് ബിഫോർ അള്ളാഹ് എന്നാണ്. അള്ളാഹ് ഉണ്ടാവുന്നതിന് മുമ്പ് ആരായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മുമ്പ്, നേരത്തെ എന്ന ഒരു സാധനത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ടൈമുമായും സ്പേസുമായും ബന്ധപ്പെട്ടതാണ്. എറണാകുളത്തിൻ്റെ മുമ്പാണ് കോഴിക്കോട്, 4 മണിക്ക് ശേഷമാണ് 6 മണി. ഒന്നൊക്കെ ടൈമാണ്, അല്ല സ്ഥലമാണ്, സ്പേസ് ഓർ ടൈം. ഈ സ്പേസും ടൈമും നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ നിർമ്മിക്കപ്പെട്ടതിൻ്റെ ലോ ആർക്ക് ബാധകമല്ല? നിർമ്മാതാവിന് ബാധകമല്ല എന്നുള്ളതാണ് അവിടെയുള്ള ഇസ്ലാമിൻ്റെ ഒരു ലോജിക്ക്. എനിക്കറിയാം, ലോജിക്ക് അറിയുന്ന ഈ ഫോണിന്റെ നിയമം ആപ്പിളിന്റെ സിഇഒക്ക് ബാധകമല്ല. ആവശ്യമില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. Okay. സിഇഒക്ക് ഈ ഫോണിൽ കൂടെ അല്ലാതെ സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിഇഒ ഉണ്ടായിട്ടൊരു കാര്യം. അതുകൊണ്ടാണ് പ്രപഞ്ചബാഹ്യ ശക്തി പ്രപഞ്ചത്തോട് സംസാരിക്കുന്നത്. പ്രപഞ്ചബാഹ്യമായ ഒരു ശക്തിയെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ രണ്ടുപേരും രണ്ടിടത്താകുന്നത്. രണ്ട് കാഴ്ചപ്പാട് ഇവിടെ ഉണ്ട്. രണ്ട് കാഴ്ചപ്പാടല്ല, ആവശ്യമില്ലാത്തതാണ്. എനിക്ക് ലോകവീക്ഷണത്തിനകത്ത് പ്രപഞ്ചം ഉള്ളതാണെന്ന് അറിയുന്ന ആളാണ് ഞാൻ. ഉള്ളതാണെന്ന് കരുതുന്ന ഒരു മാന്യദേഹമാണ് മൈത്രി. അല്ല, അത് നിങ്ങൾക്ക് എടുക്കുന്ന നിലപാട് മാത്രമാണ്. എന്നെ സംബന്ധിച്ചുള്ള ഉള്ളതാണെന്ന് അറിയുന്നത്, ഇല്ലാതിരുന്നിട്ടുണ്ടായ അറിയുക എന്ന് പറയുന്നിടത്ത് എനിക്ക് ഫിലോസഫിക്കൽ വ്യൂ. നിങ്ങളിത് എങ്ങനെയാണ് ബാഹ്യമായ ശക്തിയെ അംഗീകരിക്കുന്നത്, അതേ നിലപാട് തന്നെയാണ് എനിക്ക് ഈ ലോകത്തിന്. അല്ല, അവിടെ രണ്ട് വിഷയം. ഒന്ന് എപ്പിസ്റ്റമോളജിക്കൽ പ്രോബ്ലമാണ്. അറിയുക എന്ന് പറയുന്നതിൻ്റെ മീനിങ് നമ്മൾ വിശദീകരിക്കേണ്ടി വരും. സാറങ്ങനെ സങ്കല്പിക്കുന്നു, കരുതുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിയോജിപ്പില്ല. അറിവ് എന്ന് പറഞ്ഞാൽ ബോധ്യമാണ്. രണ്ടാമത്തെ ഒരു വിഷയം, അറ്റ് മിനിമം ലെവൽ, ഇപ്പോൾ പ്രപഞ്ചബാഹ്യ അതോറിറ്റി ഉണ്ട് എന്ന് ഒരു പ്രപഞ്ചബാഹ്യ അതോറിറ്റിയെ അംഗീകരിക്കുന്ന ഒരാൾ മനസ്സിലാക്കിയ എവിഡൻസുകൾ ഏതൊക്കെ എന്നെങ്കിലും പരിശോധിക്കേണ്ടി വരും. എനിക്കതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നത് എപ്പിസ്റ്റമോളജി കറക്റ്റ് അല്ല. പറഞ്ഞല്ലേ, അത് ഡിസൈൻ തിയറി, കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. ഇത് ആദ്യമായിട്ടല്ലല്ലോ സ്പിരിച്വൽ ആയ ആൾക്കാർ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഒറ്റ പോയിന്റ്, നൂറുകണക്കിന് എവിഡൻസുകൾ ഒരു മതവിശ്വാസി നിങ്ങളെപ്പോലുള്ളവർ വാല്യൂ ചെയ്താലും ഇല്ലെങ്കിലും പാട്ട് പോലെ പാടുന്നുണ്ട്. മിനിമം നമ്മൾ ആ എവിഡൻസുകൾ വെരിഫൈ ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അത് ഇൻവാലിഡ് ആണ് എന്ന് തീർപ്പ് കൽപ്പിച്ചാൽ മാത്രമേ നമ്മൾ എപ്പിസ്റ്റമോളജിക്കലി കറക്റ്റ് ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ന്യൂറോളജി അറിയുന്നവരാണ്, ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉണ്ടെന്ന് പറയുന്ന കാരണം കൊണ്ടൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഇത് നമ്മളിരിക്കുന്നത് 3ാം നിലയിലാണെങ്കിൽ ഇതിൻ്റെ ഈ ടെറസിൻ്റെ മുകളിൽ ഒരു മനുഷ്യനുണ്ടോ ഇല്ലേ എന്നറിയാൻ മിനിമം അവിടെ കയറി നോക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അതിനുള്ള വേറെ മെക്കാനിസം നോക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ, ദൈവം ഇല്ലെന്ന് പറയാൻ ദൈവം ഉണ്ടെന്ന് പറയുന്നവർ ഉപയോഗിക്കുന്ന തെളിവുകൾ നൂറുകണക്കിനുണ്ട്. അത് നോക്കേണ്ടി വരും. ആ ഒരു തെളിവും ഇവിടെ ന്യൂറോളജി അറിയുന്നവർക്ക് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയുന്നവരാ. അതുകൊണ്ടാണ് അതൊരു അനുഭവം, എനിക്ക് അനുഭവമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ ചികിത്സിക്കാനേ വിടുകയുള്ളൂ, അല്ലാതെ ഇല്ല. പ്രപഞ്ചം ഉള്ളതാണ്. ഉള്ള പ്രപഞ്ചത്തിനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു വരിയും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ആ പ്രശ്നം നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഹരിക്കാം. നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ്. ഓക്കെ, അവിടെയാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവം ഭാരതീയ തത്വശാസ്ത്രം അനുസരിച്ച് പരിമിതി, പരിവർത്തന, പരസ്പരാശ്രയത്വ, ആപേക്ഷികത്വ, സ്വാഭാവികത്വം എന്ന് പറയും. അതായത് എല്ലാം പരിമിതമാണ്, ചിലതിനെ കൊണ്ട് ചിലതേ പറ്റൂ. പരസ്പരാശ്രയത്വം, ഒന്നിനും സെൽഫ് സഫിഷ്യൻസി ഇല്ല. പരിവർത്തനം, ഇന്നുള്ളത് നാളെ ഇല്ല, സാറത് പറഞ്ഞു. ആപേക്ഷികത്വം, മുകളിലുണ്ടെങ്കിലേ താഴെയുള്ളൂ. സ്വാഭാവികത്വം, മഴ പെയ്താൽ വെള്ളം കിട്ടും, വെയിലറച്ചാൽ വെളിച്ചം കിട്ടും. ഇങ്ങനെ പറയുന്നത് മുഴുവനും മറ്റൊന്നിനെ ആശ്രയിച്ച് കിടക്കുന്നതാണ് പ്രപഞ്ചത്തിലെ എല്ലാ താരാദി സാധനങ്ങളും. അപ്പോൾ ഈ ഒരു ന്യൂനതകളോ അല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിക്കുമ്പോൾ മാത്രം സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയോ ഇല്ലാത്തൊന്നുണ്ടാകുമ്പോൾ മാത്രമേ ബാക്കി കാര്യങ്ങളെ വിശദീകരിക്കാൻ കഴിയുള്ളൂ. അല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എവല്യൂഷൻ അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു കാര്യം സ്വയം എങ്ങനെ മാറും, മാറ്റാതെ മാറിക്കൊണ്ടിരിക്കുന്ന, അല്ല മാറാനൊന്നും വേണ്ട, മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമേ ഇവിടെ ഉള്ളു. അല്ല, അതൊരു കവിതയാണോ പറയുന്നത്? അതെന്താണ് നിങ്ങൾക്ക് അതിനേക്കാളും ബാഹ്യമായ സാധനത്തിനെ പറ്റി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഫിലോസഫിക്കൽ പോയിന്റ് ആണ്. ഒരു അല്ല, നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലാത്ത ഒന്നിനെ കാണിച്ചു തന്നാൽ മതി.
മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങളും പറയുന്നത്. അതെ, മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമേ ഇവിടെ ഉള്ളു. മാറിക്കൊണ്ടിരിക്കുന്നു. വേറൊരു സ്ഥലത്തൊന്നും പമ്പ് ചെയ്യുകയൊന്നും വേണ്ട. അല്ല, ലോകത്ത് മാറ്റം എന്ന് പറഞ്ഞാൽ അതിനൊരു സയന്റിഫിക് ഡെഫിനിഷൻ ഉണ്ടാവുമല്ലോ. മാറ്റം, പ്രപഞ്ചം നിരന്തരം മാറുന്ന നിശ്ചലമായ വസ്തുവിനെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുവാനോ ഒരു ബാഹ്യ ബലം വേണമെന്നുള്ളത് ഐസക് ന്യൂട്ടൻ പറഞ്ഞതല്ലേ? അതൊക്കെ ഐസക് ന്യൂട്ടൻ പറഞ്ഞൊക്കെ ഈ നാട്ടിന് അകത്തിരുന്ന് പറയുന്ന കഥകളാ. ആയിക്കോട്ടെ, അതല്ല ഈ നാട്ടിന്റെ അകത്തിരുന്ന് കൊണ്ട് തന്നെയാണ് നാട്ടിന്റെ വെളിയിലുള്ളതിലേക്ക് നമ്മൾ പോകേണ്ടത്. ആ പറയുന്ന കാര്യങ്ങളല്ല. ഇതിനെ നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. അല്ല, ആറ്റിറ്റ്യൂഡ് മാറുന്ന ആ പറയുന്ന അങ്ങനെ അതൊന്നും ഇത് നമുക്ക് എന്താ നിയന്ത്രിക്കാൻ അറിഞ്ഞൂടാത്ത. ന്യൂട്ടൺ പറയുന്ന സാധനങ്ങൾ ഒന്നും തന്നെയല്ല ഐൻസ്റ്റൈൻ പറയുന്ന സമയത്ത് വരുന്നത്. അത് പക്ഷെ ചില ബേസിക് സാധനങ്ങളൊന്നും മാറുന്നില്ല. ന്യൂട്ടനെ മോഡിഫൈ ചെയ്തതാണ് ഐൻസ്റ്റൈൻ. നമ്മുടെ നാട്ടുവർത്താനാണ് ന്യൂട്ടനെ തിരുത്തിയത്. ഞാൻ മോഡിഫൈ ചെയ്യുന്ന കാര്യവും അല്ല, അത് കൃത്യമായിട്ട് അറിയേണ്ടതാണ്. പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്നതും ഫിസിക്സ് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ ലെവലിലുള്ള കാര്യങ്ങൾ പറയുന്നതും ആറ്റത്തിൻ്റെ അകത്ത് ആറ്റമായി മാറുന്നതിനെ പാർട്ടിക്കിൾ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ വലിയ വ്യത്യാസങ്ങളാണ്. അത് ഒരുപോലെയാണെന്ന് മനസ്സിലാക്കരുത്. അതിനെയാണ് വ്യത്യസ്തമായ തലങ്ങളിൽ അറിയേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെയാണ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയും, ഫിസിക്സ് എന്ന് പറയും, കെമിസ്ട്രി എന്ന് പറയും, ബയോളജി എന്ന് പറയുന്നതും വ്യത്യസ്തമായ തലങ്ങളിൽ പറയുന്നതാണ്. അത് ഒന്നൊന്നിനെ ഒരുപോലെ പ്രവർത്തിക്കത്തില്ല. ഒരിടത്ത് സാധിക്കുന്ന കാര്യങ്ങൾ മറ്റൊരെണ്ണത്തിൽ സാധിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ന്യൂട്ടോണിയൻ ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്ടനെ വെച്ച് പറയുന്ന സമയത്ത് ഈ ഭൂമിയിലും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രതലത്തിനകത്തുള്ള ഫിസിക്സ് വർക്ക് ചെയ്യുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ പറഞ്ഞ പോയിന്റിനോട് ഞാൻ 101% യോജിക്കുന്നു. ഒരു വിഷയത്തെ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന, പഠിക്കാൻ ഉപയോഗിക്കുന്ന സാധനം മറ്റൊരു വിഷയത്തെ നമ്മൾ ഒരിക്കലും റിലേ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞങ്ങളുടെ പഴയ ഉസ്താദന്മാർക്കൊരു അവരുടെ ഒരു ഡയലോഗുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കയ്യിൽ എന്ന് പറയും, തൂക്കി അളവാണ്. തുണിയൊക്കെ മീറ്റർ വെച്ച അളവാണ്. ഭൂമിയൊക്കെ കോല് വെച്ച അളവാണ്. നമ്മൾ ഒരിക്കലും ഈ തുണി അളക്കുന്ന കോല് കൊണ്ട് പോയിട്ട് പഞ്ചസാര അളക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഭൗതിക ലോകത്തെ അളക്കുന്ന സയൻസിൻ്റെ സാധനങ്ങളെ കൊണ്ട് ഫിസിക്കലായ ലോകത്തെ അളക്കുന്ന മെറ്റീരിയലായ കാര്യങ്ങളെ അളക്കുന്നൊരു ഏകകവും കൊണ്ട് മെറ്റാഫിസിക്കലായ ഒന്നിനെ അളക്കാൻ പാടില്ല. അതായത് ഭൗതിക ലോകത്ത് വെച്ചിട്ടല്ല നമ്മൾ ഭൗതികേതനായ ഒരു ദൈവസങ്കല്പത്തിൽ പറയുന്ന ദൈവത്തെ അളക്കേണ്ടത്. അത് നമ്മൾ ഏതുപോലെയാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അളക്കാൻ കോല് കൊണ്ടുപോകുന്നത് പോലെയാവും. മെറ്റാഫിസിക്കലായ സാധനമാണ്. അപ്പോൾ സാറ് പറയുന്ന എപ്പിസ്റ്റമോളജിക്കൽ പോയിന്റ് തന്നെയാണ് എൻ്റെയും ആധാരം. അല്ല, വേറെ അതല്ല കാര്യമുണ്ട്. നിങ്ങൾ പറയുന്ന ഫിസിക്സും മെറ്റാഫിസിക്സും എവല്യൂഷണറി ആയിട്ട് ലോകത്തിനെ മനസ്സിലാക്കുമ്പം ഇത് രണ്ടും ആവശ്യമില്ല. രണ്ട് കാഴ്ചപ്പാടായിട്ട് അവിടെ അത് കിടക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് വ്യത്യാസം ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എന്തായാലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിച്ചല്ലേ, അതുകൊണ്ടല്ലോ ഒന്നിച്ചിരിക്കുന്നു. അപ്പം ഈ വ്യത്യസ്തമായി ലോകത്തെ മനസ്സിലാക്കിയ ആളുകൾ എങ്ങനെ ഒരുമിച്ച് ജീവിക്കാം എന്ന ഒരു സെഗ്മെൻറ്റിലോട്ട് നമുക്കിനി അങ്ങോട്ട് പോകാം.